بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ശരി, നമ്മള് അൺമ്യൂട്ട് ആയിക്കോ എല്ലാവരും. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അൺമ്യൂട്ട് ആക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ പ്രീ ടെസ്റ്റിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാണുന്നുണ്ടോ? ആരാണ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക? പെട്ടെന്ന് വായിക്കണം കേട്ടോ, കാരണം ഇന്ന് നമ്മുടെ ക്ലാസ് മൊത്തം നിങ്ങളുടെ പാർട്ടിസിപ്പേഷനിലൂടെയാണ് പോവുക. അതാണ് ഞാൻ അൺമ്യൂട്ട് ആക്കാൻ പറഞ്ഞത്. അൺമ്യൂട്ട് ആക്കുന്ന സമയം വരെ നമുക്ക് ലാഭിക്കാം. അസ്സലാമലൈക്കും. ഖൈർ ഉദ്ദേശിക്കുന്നവന് അള്ളാഹു എന്ത് നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എന്താ ഉത്തരം? ഉത്തരം പറയുന്ന ആൾ പേരും കൂടി ഒന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ. ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞ ഒരാൾക്ക് സമ്മാനം കൊടുക്കണം. അഡ്മിനാന്ന് നോട്ട് ചെയ്യണം. റെഡിയല്ലേ ഗസ്ന? ദീനിൽ ഇത് ചെയ്യുന്നു, ദീനിൽ പ്രാവീണ്യം കൊടുക്കും. യുഫഖിഹു ഫിദ്ദീൻ അല്ലേ? ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞ ആള് മുങ്ങിയ? നമ്മുടെ ആദ്യത്തെ ഹദീസായിരുന്നു, ഓർമ്മയില്ലേ? മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ ബിഫിഖിഹി ഫിദ്ദീൻ. യുഫഖിഹു ഫിദ്ദീൻ. യുഫഖിഹു അല്ലേ? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഫിഖ്ഹ് എന്തിൽ നിന്നാണ് നിർദ്ധാരണം ചെയ്യപ്പെട്ടുള്ളത്, രൂപം കൊണ്ടിട്ടുള്ളത് എന്നാണ് അടുത്ത ചോദ്യം. പ്രമാണങ്ങളിൽ നിന്ന്. പ്രമാണങ്ങളിൽ നിന്നാണ് ഫിഖ്ഹ് രൂപം കൊണ്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഏതൊക്കെയാ? ചാടി പറയുങ്ങൾ. എന്താണ് ഒരു ഉഷാറില്ലാത്ത? സുന്നത്ത് നബി, ഇജ്മാ, ഖിയാസ്. മാഷാഅല്ലാഹ്. ഉത്തരം പറയുന്ന ആള് പേരും കൂടി പറഞ്ഞോളിട്ടാ. ഷബ്ന സുനാബ്. യാ സലാം, അഹ്സൻതി യാ ഷബ്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോളി ഒരാളെ. പ്രധാനപ്പെട്ട മദ്ഹബുകളിൽ പെടാത്തത് ഏത്? സലഫി, ഷാഫി, ഹനഫി, മാലിക്കി. സലഫി. സലഫിയാണ്, ഉറപ്പാണോ? യെസ്. കാരണം ശരി. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോളി. ആരെയും വായിച്ചോളി. സൊല്ലു കമ, പൂരിപ്പിക്കുക. പൂരിപ്പിക്കൂ. സൊല്ലു കമ റഅയ്തുനി ഉസല്ലി. യാ സലാം, മബ്രൂക്ക്. മനിൽ മുജാബ്. ആരാ ഉത്തരം പറഞ്ഞേ? ആരാണ്? ശരി, അടുത്ത ചോദ്യം. വായിച്ചോളി. നമ്മുടെ ഈ കർമ്മശാസ്ത്രത്തിലെ ഒരു പുസ്തകത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മള് ക്ലാസ് എടുക്കണെന്ന് പറഞ്ഞു അല്ലെ? ആ ഗ്രന്ഥത്തിന്റെ പേര് ഏതാണ്? അതിന്റെ രചയിതാവ് ആരാണ്? സിഫത്ത് സലാത്ത് നബി. ഫുള്ള് പറയാൻ കഴിയോ? ഷെയ്ഖ് മുഹമ്മദ് നസ്റുദ്ദീൻ അൽബാനി. നാസിറുദ്ദീൻ അൽ അൽബാനി അല്ലേ? ശരി, അടുത്ത ചോദ്യം. ഒന്ന് വായിച്ചേ. ആരാണ്? ഉറക്കം വായിക്കണം. വ്യാജവും ദുർബലവുമായ ഹദീസുകളെ പറ്റി വിവരിക്കുന്ന നിരവധി
വോളിയങ്ങൾ തന്നെ അദ്ദേഹം എഴുതി. ദുർബലവും വ്യാജനിർമ്മിതവുമായ ഹദീസുകൾ സമുദായത്തിൽ അവയുടെ സ്വാധീനവും എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര്. പ്രബലമായ ഹദീസുകളെ പറ്റി വേറൊരു ഗ്രന്ഥവും രചിച്ചിട്ടുണ്ട്. ഹിജാബുൽ മർഅത്തിൽ മുസ്ലിമ, സിഫാത്തു സ്വലാത്തുൻ നബിയ, അഹ്കാമുൽ ജനായിസ്, ആദാബുസ് സിഫ, തമാമൽ മിന്ന തുടങ്ങി നിരവധി ഹദീസ് ഗ്രന്ഥങ്ങൾ ഡാഷ് രചിച്ചു. ആര്? ഷെയ്ഖ് മുഹമ്മദ് നസറുദ്ദീൻ. ഷെയ്ഖ് നസറുദ്ദീൻ അൽ അൽബാനി അല്ലേ? വെരി ഗുഡ്. അടുത്തത് എവിടെയും നോക്കി പറയണോ അതോ സ്വന്തം പഠിച്ചത് പറയണോ? അടുത്ത ചോദ്യം. അല്ല, ആ ഫ്രിഡ്ജിലുണ്ട്, ഒരു ബ്ലാക്ക് ബോക്സിലുണ്ട്. വിവർത്തകൻ ആരാണ്? വേറെ കാണുമോ? അല്ല, വെളിയില്ല, മുഹമ്മദ് സിയാദ്. മുഹമ്മദ് സിയാദ്, കണ്ണൂർ അല്ലേ? ശരി. അടുത്ത ചോദ്യം. ലാസ്റ്റ് എത്ര എളുപ്പം കഴിഞ്ഞോ ക്വസ്റ്റ്യൻസ് ഒക്കെ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകണം. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. റെഡിയാണോ എല്ലാവരും? നമസ്കാരം എന്ന വിഷയത്തെ കുറിച്ച് ഷെയ്ഖ് നസറുദ്ദീൻ അൽ അൽബാനി രചിച്ച സിഫത്തു സലാത്തുൻ നബി എന്ന ഗ്രന്ഥമാണ് നമ്മൾ പഠന വിധേയമാക്കാൻ പോകുന്നത്. അതിന്റെ ഒന്നാമത്തെ പാർട്ട്, എന്തുകൊണ്ടാണ് ഈ പുസ്തകം നമ്മൾ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. മദ്ഹബുകളിൽ അധിഷ്ഠിതമായ നമസ്കാരക്രമം ആണ് മുസ്ലിം ലോകം അതുവരെയും പിന്തുടർന്നിരുന്നത്. അതിൽ നിന്നും ഭിന്നമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പൂരിപ്പിക്കാനൊരു ഹദീസ് പറഞ്ഞു അല്ലെ? ഏതായിരുന്നു ആ ഹദീസ്? ഒന്ന് പറയാമോ? സൊല്ലു കമാ സൊല്ലൈത, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഒന്ന് പറഞ്ഞേ വേഗം. എല്ലാരും ഒന്ന് പറഞ്ഞേ, നോക്കട്ടെ ആർക്ക് ശബ്ദം കൂടുതൽ നോക്കട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഈ കിതാബിന്റെ ബേസ് എന്ന് പറയുന്നത് അതാണ്. സൊല്ലു കമാറ. ഇത് ആര് പറഞ്ഞാണ്? പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞാണ് അല്ലെ? ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ, അതുപോലെ നിങ്ങളും നമസ്കരിക്കുക എന്നാണ്. സ്ക്രീനിൽ ആരോ കളിക്കുന്നത് കേട്ടോ. ശരി, അടുത്ത സ്ലൈഡ് ഇടാവോ? അപ്പൊ ഇതില് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഭാഗം 1 തുടങ്ങും മുമ്പ് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങൾ: ഖിബിലക്ക് മുന്നിടുക, നിന്നുകൊണ്ട് നമസ്കരിക്കുക അഥവാ ഖിയാം, രോഗി ഇരുന്ന് നമസ്കരിക്കുക, രോഗിക്ക് ഇരുന്ന് നമസ്കരിക്കാം എന്നാണ്. കപ്പലിൽ വെച്ചുള്ള നമസ്കാരം, രാത്രി നമസ്കാരം, രാത്രി നമസ്കാരം നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും, അതാണ് ഖിയാം ജുലൂസ് എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡ്. വായിക്കാൻ കിട്ടുന്നില്ലേ നിങ്ങൾക്ക്? വായിച്ചേ. പാദരക്ഷ ധരിച്ചുകൊണ്ടുള്ള നമസ്കാരം, മിമ്പറിലെ നമസ്കാരം, മറ, സുത്ര, നമസ്കാരം മുറിച്ചു കളയുന്നവ, ഖബറിന് നേരെയുള്ള നമസ്കാരം. ഓ ഗ്രേറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഒന്നാമതായി നമ്മൾ പറയുന്നത്, അടുത്ത സ്ലൈഡ്, ഖിബിലക്ക് മുന്നിടുക എന്നുള്ളതാണ്. അടുത്ത സ്ലൈഡ് കേട്ടോ. അഥവാ ഇസ്തിഖ്ബാലുൽ കഅബ, കഅബയെ മുന്നിടുക. കഅബ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാം കഅബ എന്താണെന്ന് അല്ലേ? കഅബ എന്ന് എന്തിനാണ് നമ്മൾ പറയുന്നത്? മക്കയിലുള്ള മസ്ജിദുൽ
മസ്ജിദുൽ ഹറാമിന് മധ്യത്തിൽ കാണുന്ന കറുപ്പ് നിറത്തിലുള്ള കില്ല പുതപ്പിച്ച ചതുരാകൃതിയുള്ള ആ കെട്ടിടത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കഅബ എന്ന് കഅബ പറയും. എന്ന് പറയുന്നത് അല്ലെ. കഅബയ്ക്ക് ചുറ്റുമുള്ള പള്ളിയുടെ പേരെന്താണ്? മസ്ജിദുൽ ഹറം. മസ്ജിദുൽ ഹറാം കേട്ടോ. അപ്പൊ അത് തമ്മിൽ മാറരുത് കേട്ടോ. കഅബ എന്ന് പറയുന്നത് ആ നടുക്കുള്ള കറുത്ത കില്ല കൊണ്ട്, കില്ല എന്ന് പറഞ്ഞാൽ തുണിക്ക് പറയുന്ന പേരാണ്, കില്ലത്തുൽ കഅബ എന്ന് പറയും. അത് പുതച്ച കെട്ടിടത്തെയാണ്, ചതുരാകൃതിയിലുള്ള കെട്ടിടത്തെയാണ്. ശരി, അപ്പൊ ആ കഅബക്ക് മുന്നിടലാണ് എന്ത് ചെയ്യേണ്ടത്? നമസ്കാരത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. പ്രവാചകൻ നമസ്കാരത്തിനായി നിന്നാൽ ഇസ്തിഖ്ബാലുൽ കഅബ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ഇല സ്വലാഹ് ഇസ്തഖ്ബലൽ കഅബ ഫിൽ ഫർദ് വന്നഫൽ വഅമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക ഫഖാല ലിൽമസീഇ സലാത്തുഹു. മലയാളത്തില് ഇതിന്റെ പരിഭാഷ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 72, 72. ആ പേജ് നമ്പർ 72 ഒന്ന് എടുത്ത എല്ലാവരും. എന്നിട്ട് ആരെങ്കിലും ഒന്ന് വായിച്ചേ. കഅബയെ മുന്നിടൽ. പെട്ടെന്ന് വായിക്കട്ടോ, കാരണം എല്ലാം നിങ്ങൾ വായിച്ചു പോണതാണ്. ഒക്കെ ഹദീസുകളാണ്. ഒരു ഹദീസ് ഒരാൾ വായിക്കുന്നു, അടുത്ത ഹദീസ് അടുത്ത ആൾ വായിക്കുന്നു, അങ്ങനെ നമ്മൾ ഓരോ ഹദീസുകൾ വായിച്ച് അങ്ങനെ പോവാണ്. കഅബയെ മുന്നിടൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിനായി നിന്നാൽ നിർബന്ധ നമസ്കാരത്തിനായാലും ഐച്ഛിക നമസ്കാരത്തിനായാലും കഅബയെ അഭിമുഖീകരിക്കുമായിരുന്നു. അവിടുന്ന് മോശമായി നമസ്കരിച്ച വ്യക്തിയോട് കൽപ്പിച്ചു, നീ നമസ്കാരത്തിനായി നിന്നാൽ പരിപൂർണമായി വുളു ചെയ്യുകയും പിന്നെ ഖിബലയുടെ നേരെ തിരിയുകയും എന്നിട്ട് തക്ബീർ ചൊല്ലുകയും ചെയ്യുക. തുടരണോ? വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, വ്യക്തമല്ലേ? ഐച്ഛിക നമസ്കാരം ആവട്ടെ, നിർബന്ധ നമസ്കാരം ആവട്ടെ, ഫർളോ സുന്നത്തോ ആവട്ടെ, നബി കഅബയെ മുന്നിടുമായിരുന്നു. അതായത് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്, കഅബയെ ഖിബിലയാക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത്. മോശമായി നമസ്കരിച്ച വ്യക്തി അതാരാ? മോശമായി നമസ്കരിച്ച വ്യക്തി ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ തുടങ്ങിയതിന് ഒരാളുടെ കഥ പറഞ്ഞിട്ടാണ് അല്ലേ? ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ലേ? മുനാഫിഖൊന്നല്ല. യാ അല്ലാഹ്, മുനാഫിക്ക് പാവം, അയാളെ മുനാഫിക്കാക്കരുത്. ഇതിന് തൊട്ട് മുമ്പത്തെ പേജിലുണ്ട്. ഒരു പേജ് ബാക്കിലേക്ക് മറിച്ച് 71ാമത്തെ പേജ്. അതിൽ പേജ് നമ്പർ കാണൂല. ഒറ്റ പേജ് ബാക്കിലേക്ക് മറിച്ചിട്ട് ഒന്ന് വായിച്ചത്. അബൂ ഹുറൈറയിൽ നിന്നും നിവേദനം, നബി പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ പിന്നാലെ ഒരു മനുഷ്യനും കയറി വന്നു. പിന്നെ വീണ്ടും നിസ്കരിക്കാൻ പറഞ്ഞത് അയാള് അല്ലെ, അതാണ് അൽ മുസിഉ സ്വലാത്തഹു എന്ന് പറഞ്ഞത്, നമസ്കാരം മോശമാക്കിയ ആള്. അത് മുനാഫിഖൊന്നല്ല, മുസ്ലിം തന്നെയാണ്, നല്ല മുഅ്മിൻ തന്നെയാണ്. പക്ഷെ അയാൾ നിസ്കരിച്ചത് മോശമായി പോയി എന്നുള്ളത് കൊണ്ടാണ്, വളരെ വേഗത്തിൽ അയാൾ നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ടാണ് നബി അയാളോട് വീണ്ടും നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്. 3 പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അയാൾ പിന്നെയും നിസ്കരിച്ചു വന്നപ്പോഴൊക്കെയും നബി വീണ്ടും മടക്കി നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പൊ 3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ഇതിൽ നല്ലതായിട്ട് ഇനി നിസ്കരിക്കാൻ കഴിയില്ല, എന്താണ് തെറ്റെന്ന് നബി ഞങ്ങൾ പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോഴാണ് നബി എന്ത് പറഞ്ഞത്? ഈ നമസ്കാരത്തിനായി നിന്നാൽ തക്ബീർ ചൊല്ലുക, ശേഷം ഖുർആനിൽ നിന്ന് സാധ്യമായത് ചൊല്ലുക അല്ലെ എന്ന് പറഞ്ഞിട്ട് നബി നിസ്കാരത്തിന്റെ രൂപം പറഞ്ഞു കൊടുക്കുന്ന ആ വ്യക്തിയോടും നബി എന്താ പറഞ്ഞത്? നീ നമസ്കാരത്തിനായി നിന്നാൽ പരിപൂർണമായി വുളു ചെയ്യുകയും പിന്നെ ഖിബിലയുടെ നേരെ തിരിയുകയും എന്നിട്ട് തക്ബീർ ചൊല്ലുകയും ചെയ്യുക. കണ്ട, ഖിബിലയുടെ നേരെ തിരിയാനാണ് അവിടെ നബി പറഞ്ഞത്. അപ്പോ ഖിബിലയുടെ നേരെ തിരിയുക എന്നത് നമസ്കാരം ശരിയാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് തക്ബീർ ചൊല്ലുക. ശരി, അപ്പൊ അടുത്ത ഹദീസ് ആരാ വായിക്കുക? യാത്രയിൽ അവിടുന്ന് ഐച്ഛിക നമസ്കാരങ്ങളും വിത്തറും സ്വന്തം വാഹനപ്പുറത്തിരുന്നു കൊണ്ട് അത് എങ്ങോട്ട് തിരിഞ്ഞുവോ അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് കിഴക്കോ പടിഞ്ഞാറോ നമസ്കരിക്കും. അതായത് സുന്നത്ത് നമസ്കാരങ്ങളാണെങ്കിൽ നബി വാഹനപ്പുറത്തിരുന്ന് എങ്ങോട്ടാണോ വാഹനം തിരിഞ്ഞിട്ടുള്ളത് അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുമായിരുന്നു. വിത്തറും നബി അങ്ങനെ തന്നെ
നമസ്കരിക്കുമായിരുന്നു. കിഴക്കോ പടിഞ്ഞാറോ, അതായത് ഏത് ദിശയിലേക്കാണെങ്കിലും എന്നർത്ഥം. താഴെ പറയുന്ന ഖുർആൻ സൂക്തം അവതരിച്ചത് ഈ വിഷയത്തിലാണ്. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട്. അതായത് ഐച്ഛിക നമസ്കാരങ്ങൾ നബി നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചാണ് ആ ഖുർആനായത്ത് അവതരിക്കപ്പെട്ടത് എന്നാണ്. ഐനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാ എന്നാണ് ഖുർആനായത്തിൽ പറഞ്ഞത്. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട്. അതുപോലെ തന്നെ വേറെയും ആയത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുക എന്നതല്ല പുണ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസൊക്കെ നമുക്ക് ആയത്തൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇത് സൂറത്തു ബഖറയിലെ 115-ാമത്തെ ആയത്താണ്. വകാന യർകഉ വയസ്ജുദു അലാ റാഹിലതിഹി ഈമാഅൻ ബിറഅസിഹി വയജഅല അസ്സുജൂദു അഖ്ഫള മിനർ റുകൂഅ് എന്നാണ് അടുത്ത ഹദീസ്. അതിന്റെ മലയാളം എങ്ങനെയാണ്? അവിടുന്ന് ചിലപ്പോൾ ഐച്ഛികമായ നമസ്കാരം നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യമായി ഒട്ടകത്തെ കിബിലയുടെ നേരെ തിരിച്ചു നിർത്തുമായിരുന്നു. പിന്നെ തക്ബീർ ചൊല്ലുകയും വാഹനം നബിയെ എങ്ങോട്ടാണോ തിരിച്ചത് അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. അതായത് വേറൊരു ഹദീസ് അതിന്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. ഐച്ഛിക നമസ്കാരം, അതായത് സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ കിബിലയുടെ നേരെ തിരിച്ചു നിർത്തുമായിരുന്നു. പിന്നെ തക്ബീർ ചൊല്ലുകയും വാഹനം നബി എങ്ങോട്ടാണോ തിരിച്ചത് അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. വാഹനപ്പുറത്തിരുന്ന്, അതായത് ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ ഇരുന്ന് നബി നമസ്കരിക്കുകയാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നബി അങ്ങോട്ട് തിരിച്ചു നിർത്തിയിട്ട് നമസ്കാരം ആരംഭിക്കാറുണ്ട്. പിന്നെ അത് അങ്ങനെ തന്നെ നിന്നുകൊള്ളുന്നില്ല, ജീവനുള്ള മൃഗമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും. അപ്പോൾ ആ രീതിയിൽ നബി അത് പൂർത്തീകരിക്കും ചെയ്യുമായിരുന്നു. നമ്മളിപ്പോൾ വായിച്ച ഹദീസിന്റെ മലയാളം ഇതാണ്. അവിടുന്ന് വാഹനപ്പുറത്തിരുന്നു കൊണ്ട് തന്നെ തല കുനിച്ച് റുക്കോഴും സുജൂദും ചെയ്യുമായിരുന്നു. അതായത് റുക്കോഴും സുജൂദൊക്കെ വാഹനപ്പുറത്തിരുന്ന് തന്നെ ചെയ്യുമായിരുന്നു എന്നർത്ഥം. സുജൂദിൽ റുക്കൂഇനേക്കാൾ കൂടുതൽ തല കുനിക്കുമായിരുന്നു. അതായത് എവിടെയും മുട്ടണമെന്നില്ല. കാന അഖ്ഫൽ മിനർ റുക്കൂ വയജഅലു സുജൂദ അഖ്ഫൽ മിനർ റുക്കൂ എന്ന് പറഞ്ഞു. റുക്കൂഇനേക്കാൾ റുക്കൂ ഇപ്പൊ എങ്ങനെയാണെങ്കിൽ സുജൂദ് എന്ത് ചെയ്യുക, കുറച്ചും കൂടി താഴത്തേക്ക് തലയാക്കുന്ന രീതിയിൽ. എല്ലാവരും ചെയ്തു നോക്കിയേ. ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നൊരു ഇതാവും. റുക്കൂ കുറച്ച്, സുജൂദ് കുറച്ചും കൂടി താഴെ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്നാൽ നിർബന്ധ നമസ്കാരങ്ങളാണെങ്കിൽ അടുത്ത ഹദീസിൽ അതാണ് കാണിക്കുന്നത്. നിർബന്ധ നമസ്കാരങ്ങളാണ് എങ്കിൽ, അതായത് ഫർള് നമസ്കാരങ്ങളാണ് നിർവഹിക്കാൻ പോകുന്നത് എങ്കിൽ വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങി ഖിബ്ലയുടെ നേർക്ക് തിരിയുമായിരുന്നു. അപ്പൊ ഫർള് നമസ്കാരങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനപ്പുറത്തിരുന്നല്ല, അവിടുന്ന് ഇറങ്ങിയിട്ടാണ് നമസ്കരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിയായ ഭയത്തിന്റെ സന്ദർഭത്തിലുള്ള നമസ്കാരത്തിൽ സ്വലാത്തുൽ ഖൗഫ്, സ്വലാത്തുൽ ഖൗഫ് എന്താ? സ്വലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞാല് ആരാ പറയാ? ഭയത്തിന്റെ നമസ്കാരം. ഭയത്തിന്. അതെപ്പോഴാണ് നമസ്കരിക്കുക? യുദ്ധസമയത്താണ്. അമ്മാ ഫി സ്വലാത്തിൽ ഖൗഫി ശദീദ് ഫഖദ് സന്ന ലിഉമ്മതിഹി അൻ യുസല്ലു റിജാലൻ ഖിയാമൻ അലാ അഖ്ദാമിഹിം ഔ റുക്ബാന മുസ്തഖ്ബലൽ ഖിബ്ല ഔ ഗൈരി മുസ്തഖ്ബിലിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയത്തിന്റെ സന്ദർഭത്തിൽ, ആരാ വായിക്കുക മലയാളം? അവിടെ പിന്നെ നമ്മൾ പറഞ്ഞ നിസ്കാരത്തിന്റെ രൂപങ്ങളൊന്നും അല്ല. അവിടെ ആ സാഹചര്യത്തിന് ഏതാണോ അനുയോജിച്ചത് അതാണ്. എങ്ങനെയത്? നടന്നുകൊണ്ടും നിന്നുകൊണ്ടും വാഹനപ്പുറത്തിരുന്നു കൊണ്ടും കിബിലയെ അഭിമുഖീകരിച്ചുകൊണ്ടും അല്ലാതെയും. ചിലപ്പോ കിബിലക്ക് നേരെ ആയിരിക്കും, ചിലപ്പോ കിബിലയൊന്നും നോക്കാൻ സമയം കിട്ടിക്കൊള്ളുന്നില്ല, നിൽക്കാൻ ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ നടന്നുകൊണ്ട് നിസ്കരിക്കേണ്ടി വരും, ചിലപ്പോൾ ഓടിക്കൊണ്ട് നിസ്കരിക്കേണ്ടി വരും, ചിലപ്പോൾ ഇരുന്നുകൊണ്ട് നിസ്കരിക്കേണ്ടി വരും. പല രീതിയിലും ആ സാഹചര്യം ഏതാണോ ആവശ്യപ്പെടുന്നത്, അനുയോജ്യമായത്, ആ രീതിയിൽ നമസ്കരിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നതെന്ന് കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ സൈന്യങ്ങൾ പരസ്പരം കലർന്നുകൊണ്ടുള്ള യുദ്ധഘട്ടങ്ങളിൽ കേവലം തക്ബീറും തലകൊണ്ടുള്ള ആംഗ്യങ്ങളുമാണ് നമസ്കാരം എന്ന് പറയുന്നത്. യുദ്ധം പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, യുദ്ധഘട്ടത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആ സമയത്ത് പോലും നമുക്ക് നമസ്കാരത്തിൽ നിന്ന് ഒഴിവില്ല എന്നുള്ളതാണ്. അപ്പോ
ഇദഖ്തലത്തു ഫഇന്നമാ ഹുവ തക്ബീറു വൽ ഇശാറത്തു ബിർറഅസ്. അപ്പോൾ നമസ്കാരം എന്ന് പറഞ്ഞാൽ തക്ബീർ ചൊല്ലുക, അതുപോലെ തന്നെ തല കൊണ്ട് ആംഗ്യം കാണിക്കുക. റുക്കോയിന് കുനിയണമെന്നില്ല, തല കൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതി. സുജൂദിന് കുറച്ചും കൂടി ആംഗ്യം കാണിച്ചാൽ മതി. ഇതാണ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്തുള്ള നമസ്കാരത്തിന്റെ രൂപം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് നബി പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാറുണ്ട്, പൂർവ്വ പശ്ചിമ ദിക്കുകൾക്കിടയിലുള്ള ഭാഗം അത്രേ ഖിബ്ല. മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ലത്തുൻ. അത് മദീനയിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പറയുന്നത്. അപ്പോൾ മദീനയിൽ നോക്കുമ്പോൾ മശ്രിഖിനും മഗ്രിബിനും ഇടയിലുള്ള സ്ഥലമാണ് അവർക്ക് ഖിബ്ലയായിട്ട് അവരുടെ സ്ഥാനം. എന്നാൽ നമ്മുടെ സ്ഥാനം അതല്ല, നമ്മുടെ സ്ഥാനം മഗ്രിബിലാണ്, അല്ലെ? പടിഞ്ഞാറാണ്. പടിഞ്ഞാറിന്ന് അല്പം കിഴക്കോട്ട് മാറിയിട്ടാണ് നമ്മുടെ ഖിബ്ല എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞ സ്ഥലത്തിന് അനുയോജ്യമായൊരു വാചകമാണ് യഥാർത്ഥത്തിൽ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ലത്തുൻ എന്ന് പറഞ്ഞത്. അവിടുത്തെ ആളുകൾക്ക് ഇതില് ആ ഫുട് നോട്ടില് ഇർവായിൽ ഗലീലി എന്ന് പറഞ്ഞിട്ട് ഒരു ബാക്കിൽ ഇട്ടു, അതെന്താണ് പറഞ്ഞത്? ഇർവാ ഉൽ ഖലീൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിന്റെ പേരാണ്, ഗ്രന്ഥത്തിന്റെ പേരാണ്. അതില് ആ അതില് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്താണ് ആ പുസ്തകത്തിൽ ഇത് എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ്. പുസ്തകം ഹദീസാണ്. സഹിയായ ഹദീസാണോന്ന് ചോദിക്കാം. ഹദീസുകൾ സഹിഹായത് മാത്രമേ ഇതിൽ എടുത്തു കൊടുത്തിട്ടുള്ളൂ. അല്ല, ഇത് ഇർവായിൽ ഗലീൽ എന്നാണ് ഹദീസാണോ? പുസ്തകത്തിന്റെ പേരാണ്, പുസ്തകത്തിന്റെ പേര് മാത്രം. ശരി. ഇർവാ ഉൽ ഖലീൽ അത് തൊട്ട് മുമ്പും കൊടുത്തിട്ടുണ്ട്, 9 ബുഖാരി മുസ്ലിം ഇർവാ. അത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ്. അപ്പൊ ആ പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ചിലതിൽ തമാമിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പൊ തമാമുൽ മിന്ന എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആദാബു സിഫാഫിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഇതൊക്കെ അൽബാനിയുടെ ഗ്രന്ഥമാണ്. അൽബാനി ഈ ഹദീസുകളെ സംബന്ധിച്ച് കൂടുതലായിട്ട് ആ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം കേട്ടോ. ശരി, ഇനി അടുത്ത ഹദീസ് എന്തായിരുന്നു? മശ്രിഖും മഗ്രിബും കഴിഞ്ഞ പിന്നുള്ള ഹദീസ് എന്താണ്? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ് അല്ലെ? ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതരോട് ഒപ്പം ഒരിക്കൽ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ നമസ്കരിക്കുകയുണ്ടായി. ഖിയാമത്ത് ആ സ്ലൈഡ് എത്തിയിട്ടില്ല ഫാദിലെ, അതിന് മുമ്പുള്ളതാണ് കേട്ടോ. ജാബിർ റളിയല്ലാഹുവിന്റെ ഹദീസ് ആരാ വായിക്കുക? ഒന്ന് ഉറക്കെ വായിക്കുന്നേ, ഒന്ന് ഉഷാറായി വായിക്കും. ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതരോടൊപ്പം ഒരിക്കൽ ഒരു യാത്രയിൽ അല്ലെങ്കിൽ യുദ്ധത്തിലായിരിക്കെ ആകാശം മേഘാവൃതമായി. ഞങ്ങൾ കിബിലയുടെ ദിശ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും കിബിലയുടെ കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായ ഭിന്നതയിലായി. അങ്ങനെ ഓരോരുത്തരും വിവിധ ദിശകളിലേക്കായി നമസ്കരിച്ചു. എന്നിട്ട് ഓരോരുത്തരും അവർ നമസ്കരിച്ച ഭാഗത്ത് ഒരു അടയാളം വരച്ചു. അങ്ങനെ രാവിലെ ആയപ്പോൾ ഞങ്ങൾ അതിൽ നോക്കുകയും കിബിലയുടെ ഭാഗത്തേക്കല്ല നമസ്കരിച്ചതെന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അത് റസൂലിനോട് പറഞ്ഞപ്പോൾ ഞങ്ങളോട് അത് മടക്കി നമസ്കരിക്കാൻ അവിടുന്ന് കൽപ്പിച്ചില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ നമസ്കാരം തന്നെ മതിയാവുമെന്ന് അവിടുന്ന് പറയുകയും ചെയ്തു. ഒരു ദിവസം അന്ന് വാച്ചോ മറ്റേ ഇതൊന്നുമില്ല, നമ്മുടെ വടക്ക് നോക്കി യന്ത്രോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു ആപ്പ് ഉണ്ടല്ലോ, ഏതാണ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഖിബ്ല ഫൈൻഡർ അന്നില്ല. അന്നുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു അല്ലെ? മൊബൈൽ റേഞ്ചിന്റെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എളുപ്പത്തില് ഖിബ്ല ഫൈൻഡ് ഔട്ട് ചെയ്യായിരുന്നു. പക്ഷെ അന്ന് ഈ സംവിധാനങ്ങളൊന്നും ഇല്ല. അവര് പിന്നെ അന്ന് എങ്ങനെയാണ് ഖിബ്ല നിർണയിച്ചിരുന്നത്? നക്ഷത്രങ്ങളെ നോക്കിയിട്ട്, സൂര്യന്റെ ഉദയസ്ഥാനം നോക്കിയിട്ട്, അസ്തമയസ്ഥാനം നോക്കിയിട്ട്, സൂര്യന്റെ സഞ്ചാര പഥങ്ങൾ നോക്കിയിട്ട്, ചന്ദ്രന്റെ സഞ്ചാര പഥങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് അവർ എന്ത് ചെയ്തിരുന്നത്? സ്ഥാനനിർണയം നടത്തിയിരുന്നത്, ദിശാനിർണയം നടത്തിയിരുന്നത്. അപ്പോ ഒരു ദിവസം നബിയോടൊപ്പം യാത്രയിലായിരുന്ന സമയത്ത്, അതോ യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണോ? അത് ഷെക്കുർ റാവി എന്നാണ് അതിന് പറയാ. ഹദീസ് ഉദ്ധരിച്ച ആൾക്ക് സംശയമാണ്, യാത്രയിലായിരുന്നപ്പോഴാണോ അതല്ല യുദ്ധത്തിലായിരുന്നപ്പോഴാണോ? ഷെക്കുർ റാവി എന്നാണ് ഹദീസിന്റെ മുസ്തലഹുകളുടെ അതിനെ പറയാം. അങ്ങനെ യുദ്ധത്തിലോ അല്ലെങ്കിൽ യാത്രയിലോ ആയിരിക്കും ആകാശം മൊത്തം കാർമേഘം വന്ന് മൂടി, പിന്നെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. സൂര്യനും ഇല്ല, ചന്ദ്രനും ഇല്ല, നക്ഷത്രങ്ങളും ഇല്ല, ദിശയും ഇല്ല, എവിടക്ക ഒന്നും ഒരേ ഐഡിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു?
കുറെ ആൾക്കാർ പറഞ്ഞു ഇങ്ങോട്ടാണ്, മുന്നിക്കാണ്, കുറെ ആൾക്കാർ പറഞ്ഞു സൈഡിക്കാണ്, കുറെ ആൾക്കാർ ഇടത്തേക്കാണ്, വലത്തേക്കാണ്, ആകെ തർക്കായി. അങ്ങനെ ഓരോരുത്തർ അവർക്ക് കിട്ടിയ ദിശയിൽ നിന്നിട്ട് നമസ്കരിക്കുകയാണ് ഉണ്ടായത്. അവർ നമസ്കരിച്ച ഭാഗത്ത് അവരെന്ത് ചെയ്തിരുന്നു? ഒരു അടയാളം വെച്ചിരുന്നു. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോ അവർക്ക് ആ അടയാളങ്ങൾ വെച്ച് നോക്കിയിട്ട് ചില ആൾക്കാരത് ശരിയായി, ചിലത് ശരിയായില്ല. അങ്ങനെ പറയാറില്ലേ? അപ്പോ ചില ആൾക്കാരത് ശരിയായി, ചില ആൾക്കാരത് ശരിയായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? ശരിയാവാത്തവരോട് നിങ്ങൾ വീണ്ടും നമസ്കരിക്കണം എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല നിസ്കരിക്കണ്ടെന്ന്. പറഞ്ഞില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരം തന്നെ മതിയാകും എന്നാണ് നബി പറഞ്ഞത്. അതായത് അതിനർത്ഥം എന്താ? നമുക്ക് ദിശ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ നമുക്ക് ഏതാണോ ദിശ എന്ന് നമുക്ക് ബോധ്യമുള്ളത്, നമുക്ക് തോന്നുന്നത്, ആ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ്. ഇനി പറഞ്ഞ ഒരു ഖുർആൻ ആയത്തുണ്ട്. ആ ആയത്ത് അവതരിക്കുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസ് എന്നൊക്കെ പറയുന്ന ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഈ പറഞ്ഞ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൺമുമ്പിലുണ്ടായിരുന്ന കഅബയിലേക്ക് നോക്കിയല്ല നിസ്കരിച്ചിരുന്നത്. മസ്ജിദുൽ ഹറാമിൽ അതിന് അഭിമുഖമായിട്ടല്ല നിസ്കരിച്ചിരുന്നത്, മറിച്ച് എവിടേക്ക് തിരിഞ്ഞിട്ടായിരുന്നു? ബൈത്തുൽ മുഖദ്ദസിനെ ആയിരുന്നു, അല്ലെ? നബിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഖിബ്ല ഇതായി കിട്ടാൻ. ആ ആഗ്രഹത്തെയാണ് ഖുർആൻ ഇവിടെ സൂറത്ത് ബഖറ 144 ആയത്തിൽ പറയുന്നത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നബിയെ, അങ്ങ് ആകാശത്തേക്ക് കണ്ണും നട്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഫലനുവല്ലിയന്ന ഖിബ്ലതൻ തർലാഹ. താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരു ഖിബ്ലയിലേക്ക് നാം നിന്നെ തിരിക്കുകയാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നോക്കൂ നിങ്ങള്, എന്തൊരു അംഗീകാരമാണ് റസൂലിന്. റസൂല് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ആകാശത്തേക്ക് നോക്കിയിട്ടുള്ളൂ. പ്രവാചകന്റെ ഉള്ളിലെ ആഗ്രഹം തിരിച്ചറിഞ്ഞ പടച്ച റബ്ബ് എന്ത് ചെയ്യാണ്? ആ ആഗ്രഹം പൂവണിയിപ്പിച്ചു കൊടുക്കുന്ന മനോഹരമായ ചരിത്രത്തിലെ ഒരു കാഴ്ചയാണ് ഈ ഖുർആൻ വാക്യങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നത്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചുകൊള്ളുക, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു നിന്നുകൊള്ളുക. ഇത് ഏത് അധ്യായത്തിലെ? ബഖറ 144. ബഖറ 144. സൂറത്തു ബഖറ, ഖുർആനിൽ 2-ാം അധ്യായം 144-ാമത്തെ ആയത്ത്. യാ സലാം. അങ്ങനെ നബിക്ക് ഇത് കിട്ടിയതോടുകൂടി നബിക്ക് സന്തോഷമായി. ഈ സൂക്തം അവതരിപ്പിച്ചപ്പോൾ അവിടുന്ന് കഅബയിലേക്ക് തിരിഞ്ഞു. മസ്ജിദ് ഖുബ ഉണ്ട്. ഖുബായിലെ പള്ളിയിൽ വെച്ച് ചില ആളുകൾ സുബ്ഹ് നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഒരാൾ വന്ന് അവരോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? ആരാ വായിക്കുക? ഏത് സമയവും വായിക്കാൻ പറയും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പുസ്തകത്തിൽ നോക്കിയിരിക്കണം. തീർച്ചയായും റസൂലിന് കഴിഞ്ഞ രാത്രിയിൽ ചില ഖുർആൻ വചനങ്ങൾ അവതരിച്ചിട്ടുണ്ട്. ഏത് ആയത്തുകളെ കുറിച്ചാണ്? ഈ പറഞ്ഞ ബഖറയിലെ 144-ാമത്തെ ആയത്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? എന്താണ് അതിൽ പറയണത്? കഅബയെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതിനാൽ നിങ്ങളും അതിനെ അഭിമുഖീകരിക്കുക. അവരപ്പോൾ തിരിഞ്ഞത് ഷാമിന്റെ ഭാഗത്തേക്കായിരുന്നു. ഷാം എന്ന് പറഞ്ഞാല് സിറിയ, ഫലസ്തീൻ, ജോർദാൻ ഒക്കെ അടങ്ങുന്ന ഇറാഖിന്റെ ചില ഭാഗങ്ങളൊക്കെ അടങ്ങുന്ന പ്രദേശത്തെയാണ് അന്ന് ഷാം എന്നറിയപ്പെട്ടിരുന്നത്, കേട്ടോ. സിറിയയാണ് മേജർ ഏരിയ ഷാമിന്റെ. ആ ഭാഗത്തായിട്ടാണ്, ആ പ്രദേശത്തായിട്ടാണ് ഏകദേശം മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ് വരും. അവരപ്പോൾ തിരിഞ്ഞത് ഷാമിന്റെ ഭാഗത്തേക്കായിരുന്നു. അങ്ങനെ അവർ വൃത്താകൃതിയിൽ തിരിഞ്ഞു നിന്നു എന്നാണ്. റൗണ്ട് അടിച്ച് നേരെ എവിടേക്ക് തിരിഞ്ഞു? ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു. അവരുടെ ഇമാമും അവരോടൊപ്പം കഅബയെ അഭിമുഖീകരിക്കാവുന്ന വിധം വൃത്താകൃതിയിൽ തിരിഞ്ഞു നിന്നു എന്നാണ്. ശരി, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇപ്പൊ ഈ നമസ്കാരത്തിന്റെ കഅബയെ അഭിമുഖീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? ഇതിൽ ഇനിയിപ്പോ വരാവുന്ന ഒരു സംശയം, ഇപ്പൊ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ഫർളാണെങ്കിലും കഅബക്ക് അഭിമുഖമായി നിൽക്കും എന്നുള്ളതാണ്.
അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നബി ഫർള് നമസ്കാരത്തിന് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി ഫർള് നമസ്കരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നാഫിലകൾ മാത്രമാണ്, സുന്നത്ത് നമസ്കാരങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ വിത്ർ നമസ്കാരം മാത്രമാണ് നബി ഒട്ടകപ്പുറത്ത് ഇരുന്ന് നമസ്കരിച്ചിരുന്നത്. അപ്പൊ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വന്തം വാഹനമാണ്. അപ്പൊ സ്വന്തം വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ പള്ളി സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫർളിന്റെ സമയത്ത് അങ്ങനെ ഇറങ്ങി ജമ്മും കസറുമായി നിസ്കരിക്കുന്നത് തന്നെയാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യം. അതല്ല നമ്മുടെ വാഹനം അല്ല, അപ്പൊ ബസ്സിൽ ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ഇറങ്ങാനും കയറാനും നിർത്താനും പോകാനും ഒന്നും പറ്റിക്കൊള്ളുന്നില്ല. അപ്പം അതിലിരുന്നു കൊണ്ട് തന്നെ നമസ്കാരം ഫർളാണെങ്കിലും നമസ്കരിക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കാവുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അതൊക്കെ അള്ളാഹു നമുക്ക് ഇളവ് നൽകിയിട്ടുള്ള കാര്യമാണ്. ഇനി എങ്ങോട്ട് തിരിയുന്നു എന്നതുപോലെ പ്രധാനപ്പെട്ടതാണ് നിന്നാണോ ഇരുന്നാണോ കിടന്നാണോ നിസ്കരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിലും ആ ഹദീസുകളിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗം എടുക്കുന്നത്. അൽ ഖിയാമു ഫിസ് സ്വലാത്ത്, നമസ്കാരത്തിൽ ഉള്ള നൃത്തം. ഇസ്തിഖ്ബാലുൽ ഖിബ്ല എന്ന് പറഞ്ഞ അധ്യായം കഴിഞ്ഞിരിക്കുന്നു. ഇനി അൽ ഖിയാം. കാന യഖിഫു ഫീഹാ ഖായിമൻ ഫിൽ ഫർളി വത്തതവ്വുഇ. ഒരു സംശയം ഉണ്ടായിരുന്നു. പറഞ്ഞോളി. നമ്മളിപ്പോ ട്രെയിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമ്മൾ കിബില നോക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇറങ്ങി ട്രെയിനിൽ ഇരിക്കേണ്ടി വരുമല്ലോ ചിലപ്പോ, ട്രെയിൻ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന കയറുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇരിക്കുമ്പം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കിബില നോക്കണ്ടേ? സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമ്മൾ കിബില നോക്കണ്ടേ? ഇപ്പൊ ട്രെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും ട്രെയിനൊക്കെ. ഇപ്പൊ കേരളത്തിലെ ട്രെയിന് അങ്ങനെയുള്ള ഒരു ലൈനാണ് ഏകദേശം കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഏതാണ്ട് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ആണെങ്കിലും നമുക്ക് ദിശ തിരിച്ചറിയാൻ പറ്റുകയും ആ ദിശയിലേക്ക് തന്നെ, അതായത് ഖിബിലയിലേക്ക് തന്നെ അഭിമുഖമായി നമസ്കരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അതന്നെയാണ് അഫ്ളൽ. പക്ഷെ ബസ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും ആ ഒരു സൗകര്യം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അഫ്ളൽ. ഓടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും അങ്ങനെയാണ്. അപ്പൊ പിന്നെ നിർത്തിയിട്ട കാര്യത്തിൽ ഏതായാലും അത് തന്നെ ആയിരിക്കുമല്ലോ. ഇതൊക്കെ സാഹചര്യങ്ങൾ ഏതാണോ നമുക്ക് അനുയോജ്യമായത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകണം. അതാണ് അഫ്ളൽ. ശരി, ഒരു ഡൗട്ട് കൂടി ഉണ്ടായിരുന്നേ. നമ്മള് ബൈ മിസ്റ്റേക്ക് കിബില മാറി നിസ്കരിച്ചിട്ട് അതായത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു നിസ്കരിക്കേണ്ടത് നിർബന്ധമല്ലേ? നിർബന്ധമാണ്. കാരണം ഖുബയിലുള്ള ആളുകൾ നിസ്കാരത്തിന്റെ ഇടയിലാണ്, സുബഹി നിസ്കാരത്തിന്റെ ഇടയിലാണ് വന്ന് പറഞ്ഞത്. അപ്പൊ അവർ ആ സമയത്ത് തന്നെ തിരിഞ്ഞു. അപ്പൊ നമുക്ക് അറിയാം, ഒരാൾ കിബില തെറ്റി നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് അയാളെ പോയി പിടിച്ച് ശരിയാക്കാം, ഇങ്ങനെ തിരിക്കാം, ഇങ്ങനെ പിടിച്ചിട്ട് തിരിച്ച് കിബിലയുടെ ഭാഗത്തേക്ക് ആക്കാം. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ചില ഇപ്പൊ നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നിട്ട് ചിലപ്പം അവർക്ക് കിബില അറിയാതെ അവര് വേറെ രീതിയിലൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ പോയി മെല്ലെ പിടിച്ച് തിരിച്ചിട്ട് കിബിലയുടെ ഭാഗത്ത്, പണ്ടൊക്കെ ആളുകൾ ചെയ്യായിരുന്നു. ഇപ്പൊ പിന്നെ എങ്ങനെയാലും നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഇപ്പൊ കുട്ടികളൊക്കെ കിബില തെറ്റി നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് ആ കുട്ടികളെ ശരിക്കും നിർത്തി നിസ്കരിപ്പിക്കാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. നമുക്ക് സമയം കുറച്ച് കുറവാണ്. ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നുകൊണ്ടായിരുന്നു നമസ്കാരം. സൂറത്തു ബഖറയിലെ 238 ആയത്തായ ഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്ന ആയത്തിനെ അവലംബിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവിൻ എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ താല്പര്യാർത്ഥം പ്രവാചകൻ നിന്നുകൊണ്ടാണ് സുന്നത്തും ഫർളും നമസ്കരിച്ചിരുന്നത്. അള്ളാഹുവിന്റെ ഈ കൽപ്പന പാലിച്ചുകൊണ്ടാണ് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചെയ്തത്. എന്നാൽ യാത്രയിലായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വാഹനപ്പുറത്തിരുന്നാണ് ഐച്ഛിക നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നത്. മുമ്പ് വിവരിച്ചതുപോലെ അതിയായ ഭയത്തിന്റെ സന്ദർഭത്തിലുള്ള നമസ്കാരങ്ങളിൽ കാൽനടയായും വാഹനപ്പുറത്തിരുന്നും നമസ്കരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ സമുദായത്തിന് മാതൃക കാണിച്ചു. താഴെ വരുന്ന അള്ളാഹുവിന്റെ വചനത്തിന്റെ പൊരുളും അത് തന്നെയാണ്. ഏതാണ് ആയത്ത്? ഒന്ന് വായിക്കോ? ആരാണ് അതിന്റെ അർത്ഥം ഒന്ന് വായിക്കോ? പ്രാർത്ഥനകൾ അഥവാ നമസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചു പോരേണ്ടതാണ്. നിർവഹിച്ചു പോരേണ്ടതാണ്. പ്രത്യേകിച്ച് മധ്യമ നമസ്കാരം ഭക്തിയോട് കൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുക. ശത്രുവിന്റെ ആക്രമണം ഭയപ്പെടുകയാണെങ്കിൽ കാൽനടയായോ വാഹനങ്ങളിലോ നിങ്ങൾക്ക് നമസ്കരിക്കാം.
എന്നാൽ നിങ്ങൾ നിർഭയാവസ്ഥയിലായാൽ നിങ്ങൾക്ക് അറിവില്ലാതായിരുന്നത് അള്ളാഹു പഠിപ്പിച്ചത് തന്നെ. അപ്രകാരം നിങ്ങൾ അവനെ സ്മരിക്കേണ്ടതാണ്. ഏതാണ് ആയത്ത്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഹാഫിളു അല സ്വലാത്തി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. മാഷാ അല്ലാഹ്. അതാരാ പറഞ്ഞത്? അൻസി. ആൻസി ആൾ അടിപൊളിയാണല്ലോ. മബ്രൂക്ക് മബ്രൂക്ക്. എങ്ങനെയാണ് ഈ ആയത്ത് കിട്ടിയത്? ഖുർആൻ എടുത്ത് നോക്കിയോ? ഇല്ല, ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. അസറിന് ശേഷം മടി തോന്നുമ്പോ ഈ ആയത്ത് ഓർത്താൽ മതി, നമ്മൾ ചാടി എഴുന്നേറ്റ് നമസ്കരിക്കും. ഗ്രേറ്റ്. അപ്പൊ അതാണ് ആയത്ത്. ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. ഹാഫിദു അല സ്വലാത്ത്, ഹാഫിദു അല സ്വലവാതി വസ്സലാത്തിൽ വുസ്താ ഖൂമു ലില്ലാഹി ഖാനിതീൻ فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. നല്ല രസമുള്ള ഒരു ആയത്താണ് അല്ലെ? നിസ്കാരങ്ങൾ സൂക്ഷ്മതയോടെ നിലനിർത്തണം. വസ്വലാത്തുൽ വുസ്ത, പ്രത്യേകിച്ച് സ്വലാത്തുൽ വുസ്ത. ഏതാണ് ഈ സ്വലാത്തുൽ വുസ്ത എന്ന് പറയുന്നത്? അസർ നമസ്കാരം. അസർ നമസ്കാരമാണെന്നാണ് പറയാനുള്ള. അസർ നമസ്കാരമാണെന്നാണ് നമുക്ക് അതിന്റെ തഫ്സീറിൽ തന്നെ കാണാൻ സാധിക്കും. അവിടെ താഴെ എഴുതിയിട്ടുണ്ട് അല്ലെ? 1 നമ്പർ ഇട്ട് കൊടുത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താണ് എഴുതിയിരിക്കണം? ആരോ ഒന്ന് വായിക്കാം. ചെറിയ അക്ഷരമായതുകൊണ്ടേ കുറച്ച് ചെറുപ്പക്കാരായ ആരെങ്കിലും വായിക്കായിരിക്കും നല്ലത്. പ്രായമായ ആൾക്കാർക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് അസ്ർ നമസ്കാരമാണെന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും ശരിയായ അഭിപ്രായം. അതിൽ ഇമാം അബു ഹനീഫയും തന്റെ 2 കൂട്ടുകാരും മുഹമ്മദും അബു യൂസുഫും ഉൾപ്പെടും. ഇതിനെക്കുറിച്ച് ധാരാളം ഹദീസുകളുണ്ട്. ഇബ്നു കഥീർ ഇതിൽ തന്റെ തഫ്സീറിൽ അവ ഉദ്ധരിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അതാണ് ഹിയ സ്വലാത്തുൽ അസ്രി അലൽ ഖൗലി സ്വഹീഹ് ഇൻദ ജംഹൂരിൽ ഉലമാ മിൻഹും അബു ഹനീഫ വസ്വാഹിബാഹു ബിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ അഹ്സാബ് ശഗലൂനാ അനി സ്വലാത്തുൽ വുസ്താ സ്വലാത്തുൽ അസ്ർ മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറ എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. എന്താണ്? അബൂ ഹനീഫയുടെയും അതുപോലെയുള്ള പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇത് സ്വലാത്തുൽ അസ്ർ ആണ്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് യൗമുൽ അഹ്സാബ്, അഹ്സാബ് യുദ്ധത്തിന്റെ വേളയിൽ. ഏതാ അഹ്സാബ് യുദ്ധം? ആ യുദ്ധത്തിന് വേറൊരു പേരും, ഖന്തക് യുദ്ധം അല്ലെ? അത് ഖന്തക് യുദ്ധം എന്ന് പറയാൻ കാരണം എന്താണ്? കിടങ്ങ് കൊഴിച്ചിട്ടുള്ള പ്രതിരോധ മുറയാണ് നബി അതിൽ സ്വീകരിച്ചെന്നുള്ളതുകൊണ്ട് അതിന് നമ്മൾ ഖന്തക് യുദ്ധം എന്നാണ് പറയാ അല്ലെ? എന്നാൽ അഹ്സാബ് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ അഹ്സാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കക്ഷികള്. മദീനയിലുള്ള ജൂതന്മാര് മറ്റുള്ള ആളുകളൊക്കെ സഖ്യകക്ഷികളായി ചേർന്നുകൊണ്ട് മദീനയെ ആക്രമിക്കാൻ വന്നപ്പോഴാണ് ആ യുദ്ധം ഉണ്ടായത്. അതുകൊണ്ടാണ് അഹ്സാബ് യുദ്ധം. അപ്പൊ യൗമുൽ അഹ്സാബ് എന്ന് പറഞ്ഞാൽ അഹ്സാബ് യുദ്ധത്തിന്റെ ദിവസത്തിൽ നബി ശത്രുക്കളെ ശപിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകമാണ് ശഗലൂന അനി സ്വലാത്തുൽ വുസ്ത. നമ്മുടെ വുസ്ത നമസ്കാരത്തെ സംബന്ധിച്ച് ഇവർ നമ്മളെ അശ്രദ്ധരാക്കി കളഞ്ഞിരിക്കുന്നു, നമ്മൾ അതിൽ നിന്നും അവർ തടഞ്ഞിരിക്കുന്നു. സ്വലാത്തുൽ അസ്ർ, അത് അസ്ർ നമസ്കാരമാണ്. മല അല്ലാഹു ഖുബൂറഹും, അവരുടെ ഖബറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം കൊണ്ട്, തീ കൊണ്ട് നിറക്കട്ടെ. വബുയൂതഹും, അവരുടെ വീടുകളെയും അതുപോലെ തന്നെ അള്ളാഹു നാറ് കൊണ്ട് നിറക്കട്ടെ എന്ന ഹദീസിൽ റവാഹു ഷെയ്ഖാൻ, 2 ആളുകളും. ഷെയ്ഖാൻ എന്ന് പറഞ്ഞ ആരാണ്? ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണിത്. അപ്പോ സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാല് അസ്ർ നമസ്കാരമാണ്. അസ്ർ നമസ്കാരം ആളുകൾക്കൊക്കെ മടിയുള്ള ഒരു നിസ്കാരമാണെന്നാണ് പറയുന്നത്. ആ നമസ്കാരം ചിലപ്പോൾ ഉച്ചമയക്കത്തിലൊക്കെ പെട്ടിട്ട് അങ്ങനെയൊക്കെ വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ നമസ്കാരം കൃത്യമായി നിസ്കരിക്കണം എന്നാണ് അതിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയാം. ആമായിട്ട് എല്ലാ നിസ്കാരങ്ങളെ പറ്റിയും പറഞ്ഞു, ഖാസായിട്ട് അസ്ർ നമസ്കാരത്തെ കുറിച്ചും നബി പറയാണ്. ഭക്തിയോടുകൂടി നിങ്ങൾ അള്ളാഹുവിന്റെ നിൽക്കുക, ശത്രുവിന്റെ അവിടെ നിൽക്കുക എന്നുള്ളതിനാണ് അടിവരേണ്ടത് കേട്ടോ. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുക. എന്താണ് ആ വാക്ക് അതിന് പറഞ്ഞ്? വഖൂമു ലില്ലാഹി ഖാനിതീൻ. അള്ളാഹിന്റെ മുമ്പിൽ നിങ്ങൾ ഖാനിതീങ്ങളായിട്ട് ഭക്തിയോടുകൂടി നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്.
എന്നിട്ട് പറയണേ യുദ്ധഘട്ടങ്ങളിലാണെങ്കിൽ പിന്നെ നിങ്ങളുടെ വാഹനങ്ങളിലോ നടന്നോ ഒക്കെ നിങ്ങൾക്ക് നിസ്കരിക്കാവുന്ന അവസ്ഥയാണുള്ളത്. നിർഭയാവസ്ഥയിലായാൽ, ഭയത്തിന്റെ അവസ്ഥ മാറി, യുദ്ധം മാറി, സമാധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നത് അതേ രീതിയിൽ നിങ്ങൾക്ക് നമസ്കരിക്കാവുന്നതാണ്. വേറെ ഹദീസ് കാണാലോ, ഒന്ന് വായിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗകാലത്ത് നബി എങ്ങനെ നിസ്കരിച്ചു എന്നുള്ളത്. വസല്ലു ഫീ മറളി വസല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മറളി മൗതിഹി ജാലിസൻ. എന്താ അങ്ങനെ പറഞ്ഞാല്? തന്റെ മരണകാരണമായ അസുഖത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നു കൊണ്ടാണ് നമസ്കരിച്ചിരുന്നത്. ഇനി അടുത്ത ഹദീസ് ഈ വായിച്ച ആളെന്നെ വായിച്ചോളി, നല്ല വായനയാണ്, മാഷാ അല്ലാഹ്. ഇതിനു മുമ്പ് മറ്റൊരവസരത്തിലും അവിടുന്ന് നമസ്കരിച്ചിട്ടുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ പരിക്ക് പറ്റിയ സന്ദർഭത്തിലായിരുന്നു അത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നമസ്കരിച്ചവർ നിന്നുകൊണ്ട് നമസ്കരിച്ചത്. അവിടുന്ന് അവരോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചപ്പോൾ അവർ ഇരുന്നു കൊണ്ട് നമസ്കരിച്ചു. നമസ്കാരത്തിൽ നിന്നും വിരമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ ചെയ്തു തുടങ്ങിയത് പേർഷ്യക്കാരുടെയും റോമക്കാരുടെയും പ്രവൃത്തിയാണ്. രാജാക്കന്മാർ ഇരിക്കുന്നവരായിരിക്കെ രാജാക്കന്മാർക്ക് വേണ്ടി അവർ നിൽക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ അത് ചെയ്യരുത്. കാരണം ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പിന്തുടരപ്പെടാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹം റുക്കൂ ചെയ്താൽ നിങ്ങളും റുക്കൂ ചെയ്യുക. അദ്ദേഹം ഉയർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങളും ഉയരുക. അദ്ദേഹം ഇരുന്ന് നമസ്കരിച്ചാൽ നിങ്ങൾ എല്ലാവരും ഇരുന്ന് നമസ്കരിക്കുക. അടുത്ത റമളാനിന് തറാവീഹ് നമുക്ക് വയ്യാത്തൊരു ഇമാമിനെ നോക്കാം. എന്നാ എന്താന്ന് വെച്ചാല് മൂപ്പര് ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇരുന്ന് നിസ്കരിച്ചാൽ മതി അല്ലേ? അങ്ങനെയല്ല പറഞ്ഞതിനർത്ഥം. എന്തെങ്കിലും കാരണം ഇമാമ് ഇരുന്നാണ് നിസ്കരിക്കുന്നത് എങ്കിൽ നമ്മളും ഇരുന്നുകൊണ്ട് നിസ്കരിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി രോഗി ഇരുന്ന് നമസ്കരിക്കൽ ആരെ വായിക്കുക? ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് മൂലക്കുരു ഉണ്ടായിരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയോട് ഞാൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിന്നുകൊണ്ട് നമസ്കരിക്കുക, ഇല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് നമസ്കരിക്കുക, അല്ലെങ്കിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് നമസ്കരിക്കുക. അല്ലെ? ബവാസീർ എന്നാണ് മൂലക്കുരുവിന് പറയാം. അതായത് ഏതെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നൃത്തം എന്നതിൽ നിന്ന് അഥവാ ഖിയാമിൽ നിന്ന് ഇളവ് നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. അടുത്ത ഹദീസ് അദ്ദേഹം വീണ്ടും പറയുന്നു, ഇരുന്നു കൊണ്ടുള്ള ഒരാളുടെ നമസ്കാരത്തെക്കുറിച്ച് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ആരെങ്കിലും ഇരുന്നു കൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ അവന് നിൽക്കുന്നവന്റെ പകുതി പ്രതിഫലമാണുള്ളത്. ആരെങ്കിലും കിടന്നുകൊണ്ട് ചെരിഞ്ഞു കിടന്നുകൊണ്ട്, മറ്റൊരു നിവേദനത്തിൽ അതായത് കിടന്നുകൊണ്ട് നായിമൻ എന്നുള്ള പദവും പ്രയോഗിച്ചിട്ട് മുൽത്തജിഅൻ എന്ന പദവും പ്രയോഗിച്ചിട്ടുണ്ട്. കിടന്നുകൊണ്ട്, ചെരിഞ്ഞ് കിടന്നുകൊണ്ട് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് ഇരുന്ന് നമസ്കരിക്കുന്നതിന്റെ പകുതിയാണുള്ളത്. ക്ലിയർ ആയോ? നിൽക്കുന്നവന്റെ പകുതിയെ ഇരിക്കുന്നവന് കിട്ടുള്ളൂ, ഇരിക്കുന്നവന്റെ പകുതിയെ കിടക്കുന്നവന് കിട്ടുള്ളൂ പ്രതിഫലം എന്നാണ്. നിന്ന് നമസ്കരിക്കലിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്, പ്രതിഫലാർഹമായ രീതി. ഉസ്താദെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇപ്പൊ പള്ളികളിലൊക്കെ ചില സ്ത്രീകള് ഇങ്ങനെ എന്താ പറയാ നിന്ന് നിസ്കരിക്കും, എന്നിട്ട് സുജൂദിന്റെ ടൈം ആവുമ്പോ ഇരിക്കും, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അത് അനുവദനീയമാണോ? നിൽക്കാൻ കഴിയുന്നത്ര അവർ നിൽക്കുന്നു. അവർക്ക് കാൽമുട്ടിനായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ ഊരക്കായിരിക്കും പ്രശ്നം. അപ്പോ സുജൂദും റുക്കൂകൾ മാത്രമായിരിക്കും അവർക്ക് പ്രശ്നം. അങ്ങനെ നിസ്കരിക്കുമ്പോ തെറ്റില്ല. തെറ്റില്ല. അപ്പൊ സഫില് മുന്നിലേക്കായി പോലെ അവര് നിൽക്കുമ്പോ അത് കുഴപ്പമില്ല. അവരുടെ കസേരയുടെ കാലം അവിടെ ഉണ്ടല്ലോ, അവരുടെ കാലില്ലെങ്കിലും. അപ്പം അതിന്റെ പിന്നിലുള്ളവർക്ക് സുജൂദ് ചെയ്യാൻ ശരിക്കും സ്ഥലം ഉണ്ടാവില്ല. അവരെ അത് വെക്കുമ്പോഴേ ഇപ്പോഴും അവരങ്ങോട്ട് കയറ്റിയിട്ടാ മതി. ആ സഫിലേക്ക് കസേര നിൽക്കുന്ന രൂപത്തിൽ. ഇതിന്റെ അടിസ്ഥാനം എന്താ വെച്ചാല് വിടവുണ്ടാവരുത് എന്നാണല്ലോ.
ആ വിടവിനെ ആ കസേര മറക്കുന്ന അല്ലെങ്കിൽ ആ സ്റ്റൂള് മറക്കുന്നുണ്ടല്ലോ. ഈ കസേരയിൽ തന്നെ ഉസ്താദെ മുമ്പിലെ കാലുകളാണ്, ഒരു കസേരയുടെ 4 കാലുണ്ടല്ലോ, നമ്മുടെ സെഫിൽ നിൽക്കേണ്ടത് ഫ്രണ്ടിലെ കാലാണോ ബാക്കിലെ കാലാണോ? അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ ഇതിനകത്ത് ഇപ്പം ഇതിന്റെ ഒരു ബാക്കി ഒരു ഭാഗം വരുന്നുണ്ട്. ഞാൻ അതുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവും. ഓക്കെ. ഇതിനകത്ത് ഇപ്പൊ ഞാന് അവലംബിക്കാറുള്ള രീതി അല്ലെങ്കിൽ ഞാനും പറഞ്ഞു കൊടുക്കാറുള്ള രീതി എന്ന് പറയുന്നത് കസേര ആ സഫിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന രൂപത്തിൽ ഇട്ട് നമസ്കരിച്ചാലാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഇരിക്കുമ്പോ എന്തായാലും അവർ ഒപ്പമാവും. അതാണ് നമുക്ക് സഫിന്റെ ഘടനയ്ക്കും അനുയോജ്യമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ഇതിലൊരു ഭാഗം വരുന്നുണ്ട്, അവിടെ സഫിന്റെ കാര്യം പറയുന്നുണ്ട്. മറയുടെ കാര്യം വരുമ്പോ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം ആ ഭാഗത്ത് ഞാൻ അതൊന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഈ രീതി അവലംബിച്ച് മുന്നോട്ട് പോകാന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പോവാം. മറ്റേത് അവരുടെ നൃത്തം കറക്റ്റ് ആവും, പക്ഷെ പുറകിലുള്ള ആൾക്ക് നേരത്തെ പറഞ്ഞ ആൾ ചോദിച്ച പോലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടിനും പരിഹാരമുണ്ട്. കാരണം നബിയുടെ സൂത്ര എന്ന് പറയുന്നത് പിന്നെ 3 മുഴമായിരുന്നു എന്നാണ്. 3 മുഴം എന്ന് പറയുമ്പോൾ ഏകദേശം 4.5 അടിയാണ് വരിക. 4.5 അടിയിൽ നിന്ന് നിങ്ങളൊന്ന് സുജൂദ് ചെയ്ത് നോക്കിയാൽ പിന്നെയും 1 അടിയോളം നമ്മുടെ മുന്നിൽ ബാക്കി ഉണ്ടാവും. അപ്പൊ ആ ബാക്കിയുള്ള ഒരു ഗ്യാപ്പിലൂടെ ഒരു ആടിന് നടന്നു പോകാനുള്ള വഴി അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. മറക്കും, അതായത് സുത്രക്കും സുജൂദ് ചെയ്യുന്ന ആളുടെ തലയ്ക്കും ഇടയിൽ ഒരടി, അതായത് ഒരു ആടിന് നടന്നു പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ആ ഗ്യാപ്പ് പിന്നെ കസേരയിട്ട് നികത്തുന്ന ഗ്യാപ്പ് ആണെങ്കിൽ അങ്ങനെ വന്നു വെച്ചാലും കുഴപ്പം പറയാനൊന്നുമില്ല. അപ്പൊ നമുക്ക് ആ രീതി അത് തെറ്റാണ്, അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവുമെന്ന് പറയാൻ കഴിയില്ല. ഒരു യൂണിഫോമിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ സഫിലേക്ക് കസേര കയറ്റിയിട്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഹറമിലും അതുപോലെ തന്നെ മദീനയിലൊക്കെ അങ്ങനെ അവലംബിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതേ സഫിൽ തന്നെ അതിന്റെ കസേരയുടെ പുറകത്തെ കാല് സഫിന്റെ അറ്റത്ത് നമ്മുടെ മടമ്പുംകാലിന്റെ ഏരിയയിൽ വരുന്ന രീതിയിൽ കസേര ക്രമീകരിച്ചുകൊണ്ട് ആളുകൾ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത്. ശരി ഉസ്താദ്, ചമ്രം പണഞ്ഞ് ഇരിക്കണോ? അങ്ങനെ ഉണ്ടോ? കാല് ക്രോസ് ചെയ്തിരിക്കണോ? അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒരു ഹദീസ് കാണുന്നുണ്ട്. അത് ഇതിൽ വരുന്നുണ്ട് ആ ഹദീസ് കേട്ടോ. നമുക്ക് അടുത്ത് വായിക്കാം. ഒരിക്കൽ ആരെ വായിക്കാം? തീർച്ചയായും ഇരുന്നുകൊണ്ടുള്ള നമസ്കാരത്തിന് നിന്നുകൊണ്ടുള്ള നമസ്കാരത്തിന്റെ പകുതി പ്രതിഫലമാണുള്ളത്. അത് രോഗികളെ ഉദ്ദേശിച്ച് പറഞ്ഞ, രോഗം കാരണമാണെങ്കിലും നിൽക്കാൻ കഴിയുന്ന ആളുകൾ നിൽക്കന്നെ വേണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. മൻ സല്ല ഖായിമൻ ഫഹുവ അഫ്ളൽ വമൻ സല്ല ഖായിദൻ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിം എന്നാണ് നബി കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിൽക്കാൻ കഴിയുന്നവർ നിൽക്കുക എന്നുള്ളതിനാണ്. തീർച്ചയായും ഇരുന്നുകൊണ്ടുള്ള നമസ്കാരത്തിൽ നിന്നുകൊണ്ടുള്ളതിന്റെ പകുതി പ്രതിഫലമാണുള്ളത്. ഒരിക്കൽ നബി ഒരു രോഗിയെ സന്ദർശിച്ചപ്പോൾ അയാൾ ഒരു തലയിണയുടെ മേൽ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ, മടിയിൽ തലയിണ വെച്ചിട്ട് സുജൂദിയും റുക്കുയും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. തലയിണയുടെ മേലിൽ സുജൂദ് ചെയ്യുന്ന ഒരാളെ കണ്ടപ്പോൾ നബി ആ തലയിണ എടുത്ത് ദൂരേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ നമസ്കരിക്കാൻ വേണ്ടി മരത്തടി, അവിടെ ഒരു മരത്തിന്റെ കഷ്ണം ഉണ്ടായിരുന്നു, അയാൾ അതെടുത്തിട്ട് അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യാൻ നോക്കി. അതായത് സുജൂദ് ഇത്ര അവയവങ്ങൾ മുട്ടിയാലാണ് സുജൂദ് സ്വഹിയാവുള്ളൂ എന്നൊക്കെ ഉണ്ടല്ലോ, സുജൂദിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് അത്. ഇത്ര അവയവങ്ങൾ മുട്ടണം എന്നുള്ളത്, മൂക്ക്, അതുപോലെ തന്നെ നെറ്റി, അതുപോലെ തന്നെ 2 കൈപ്പടങ്ങൾ, കാൽമുട്ടുകൾ, 2 കാലിന്റെ വിരലുകളുടെ പള്ളഭാഗങ്ങൾ, അല്ലെ? ഇങ്ങനെ 8 ഭാഗങ്ങളാണെന്നാണ് പറയാ. ഒന്ന് എണ്ണി നോക്കിയേ, 8 ഭാഗങ്ങളുണ്ടോ? ആരാ ഒന്ന് എണ്ണ? വേഗം എണ്ണാൻ നല്ല അറിയണേ കണക്കിന്റെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? സുജൂദിന്റെ 8 ഭാഗങ്ങൾ. മൂക്ക്, നെറ്റി, 2 ആയില്ലേ? കൈയിന്റെ പള്ളഭാഗം ഇപ്പൊ എത്രയായി? 4. കാൽമുട്ട്, കാൽമുട്ടുകൾ, വിരലിന്റെ പള്ളഭാഗങ്ങൾ, അപ്പൊ എത്രയായി? 8 അല്ലെ? അപ്പം ഈ സഹാബി ഇത് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്? എവിടെങ്കിലും മുട്ടിക്കണ്ടേന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാറ്റി വെക്കുകയും എന്നിട്ട് നബി പറഞ്ഞു, സാധിക്കുമെങ്കിൽ നിലത്ത് തന്നെ സുജൂദ് നിസ്കരിക്കുക, ഇല്ലെങ്കിൽ റുക്കോയിലും
സുജൂദിലും തല കൊണ്ട് ആംഗ്യം കാണിക്കുക. എന്നാൽ റുക്കൂവിനേക്കാൾ തല അല്പം സുജൂദിൽ താഴണം. അത്രേ പറഞ്ഞോളൂ കേട്ടോ. ഉസ്താദ് ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്ക് പകുതി കൂലിയേ കിട്ടുള്ളൂ? അത്രേ കിട്ടുള്ളൂ. അതാണ് ഇപ്പൊ ഹദീസിൽ പറഞ്ഞത്. അങ്ങനെ നമസ്കരിക്കുന്നത് അയാൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ. അയാൾക്ക് സുജൂദിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇരുന്ന സുജൂദിന്റെ സമയത്ത് ഇരുന്ന് സുജൂദ് ചെയ്യുന്നത്. അയാളുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ. ഇതെന്താ വെച്ചാലേ അതിന്റെ താഴെ വിശദീകരണത്തിൽ പറഞ്ഞിട്ട് ഇമ്രാൻ ഹദീസിന്റെ ഉദ്ദേശം ഇതാണ്: പ്രയാസപ്പെട്ടിട്ട് നിൽക്കാൻ സാധിക്കുന്ന രോഗി ഫർള് നമസ്കരിക്കുമ്പോൾ പ്രയാസം സഹിച്ചു നിൽക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഇരുന്ന് നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലം നിൽക്കുന്നവന്റെ പകുതിയാക്കിയത്. ഇരുന്ന് നമസ്കരിക്കാനുള്ള അനുവാദം ഉള്ളതോടൊപ്പം തന്നെ നിന്നുകൊണ്ട് നമസ്കരിക്കുവാനുള്ള പ്രോത്സാഹനമാണിത്. അല്ലേ? കൂലി കൊടുക്കണ പഠിച്ചോനല്ലേ, അയാളുടെ ഇതെല്ലാം ഒക്കെ ശരിയാണ്. ഫർള് നമസ്കാരം നിർവഹിക്കുന്ന ആ രീതിക്ക് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിന്നാണെങ്കിലും ഇരുന്നാണെങ്കിലും നിസ്കരിച്ചാൽ മതി, വാജിബ് വിടാൻ അത് മതി. പക്ഷെ കൂലിയുടെ കാര്യത്തിൽ, പ്രതിഫലത്തിന്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും മാറ്റം ഉണ്ടാവും. അതായത് നോമ്പ് പിടിച്ച് നോമ്പ് വീട്ടുന്ന ആൾക്കും ഫിദിയ കൊടുത്ത് നോമ്പ് വീട്ടുന്ന ആൾക്കും ഉള്ള പ്രതിഫലത്തിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെയാണ് നിന്ന് നമസ്കരിക്കുക എന്നുള്ളത്. അത് കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. നിർബന്ധം എന്നതുപോലെ തന്നെ ഒരുപാട് പ്രതിഫലമുള്ള കാര്യമാണ്. ആ പ്രതിഫലത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകുന്നു തന്നെയാണ് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ കവറപ്പ് ചെയ്യണ വേറെ ഹദീസുകൾ ഉണ്ടെങ്കിൽ ഓക്കെ, ഇത് അങ്ങനെയൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അതിനർത്ഥം ഇരുന്ന് നമസ്കരിക്കുന്നവർ മോശമെന്നല്ല. നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ നിന്ന് തന്നെ നമസ്കരിക്കണം. എന്തെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടുമ്പോഴത്തേനും അപ്പൊ പോയി ഇരിക്കാൻ നിൽക്കരുത്. എവിടെ? ഫർള് നമസ്കാരങ്ങളിൽ. സുന്നത്ത് നമസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? നിൽക്കാൻ കഴിയുമെങ്കിലും ഇരുന്നിട്ടുണ്ട്. അതിനി വരും. കപ്പലിൽ വെച്ചുള്ള നിസ്കാരം. കപ്പലിൽ വെച്ചുള്ള നമസ്കാരത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, മുങ്ങിപ്പോകുമെന്ന ഭയമില്ലെങ്കിൽ നിങ്ങൾ നിന്നു തന്നെ നമസ്കരിക്കുക. പ്രായമായപ്പോൾ നബി അതായത് അതിന്റെ താഴത്ത് അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. വിമാനത്തിൽ ഉള്ള നമസ്കാരവും കപ്പലിലുള്ള നമസ്കാരം പോലെ തന്നെയാണ്. സാധിക്കുമെങ്കിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുക. പ്രാക്ടിക്കൽ അല്ല, നമുക്കറിയാം. വിമാനത്തിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത്, വിമാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് പ്രാക്ടിക്കൽ ആയിക്കൊള്ളാം. കാരണം അവർക്ക് അതിനുള്ള സ്പേസ് ഒക്കെ കിട്ടുമായിരിക്കും ചിലപ്പോൾ. എന്നാൽ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ കഴിയുമെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഖിബിലയിലേക്ക് തിരിഞ്ഞ് തന്നെ നിസ്കരിക്കണം. എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. ഇതാണ് പറഞ്ഞതിന്റെ ആകെ ചുരുക്കം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് കഴിയില്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു നമ്മളെ നിർബന്ധിക്കുകയില്ല എന്നുള്ളത് ദീനിന്റെ ഉസൂലാണ്. അള്ളാഹുവെ ഞങ്ങൾക്ക് കഴിയാത്ത കാര്യത്തെ പറ്റി ഞങ്ങളെ നീ നിർബന്ധിക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അത്തരം പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത്തരം വീഴ്ചകളിൽ നിന്ന് നമ്മളെ കാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെ അതിന്റെ പരിധിയിൽ വരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തോളൂ. നമ്മൾ ടെൻഷൻ ആവണ്ട. രാത്രി പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യങ്ങളുണ്ട്. അൽ-ഇഅ്തിമാദു അലാ അമൂദ് വനഹ്വിഹി ഫിസ്സല വലമ്മ അസന്ന വകബുറ ഇത്തഖദ അമൂദൻ ഫി മുസല്ലാഹു യഅ്തമിദു അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായം അധികമായപ്പോ, വയ്യാതായപ്പോ, ക്ഷീണിതനായപ്പോ ചാരി നിൽക്കാനുള്ള ഒരു തൂണ് അവിടെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അത്തരം അവലംബങ്ങളെ ആശ്രയിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇരുന്ന് നിസ്കരിക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ടും തൂണ് വെച്ചിട്ടും നബി നിൽക്കാൻ ശ്രമിച്ചില്ലേ? അതാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ അത്രക്കും പ്രാധാന്യമുണ്ട്. രാത്രി നമസ്കാരത്തിലെ എങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഒരു സിറ്റുവേഷനിൽ ട്രെയിനിൽ ഇപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സുജൂദ് ചെയ്യാൻ പറ്റും. ചില ടൈമിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സുജൂദ് തല നിലത്ത് തട്ടില്ല. നിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, പക്ഷെ അവിടെ നിലത്ത് സുജൂദ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സീറ്റിലാണെങ്കിൽ ഇരുന്നുകൊണ്ട് തല നിലത്ത് സുജൂദ് ചെയ്യാം. അപ്പൊ ആ ടൈമില് ഏതാണ് ബെറ്റർ ആവുക? നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതാണോ? അല്ല, ഈ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, നിസ്കാരത്തിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് നിർവഹിക്കാൻ കഴിയുക എന്നുള്ളത് കൂടിയാണ്. ചിലപ്പോ നമുക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവും, മാത്രം പോരാ. മനസ്സിലായില്ലേ? നിന്ന് നിസ്കരിക്കുക മുഴുവൻ രീതിയാണ് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ ഓക്കെ. ഞാൻ ആ നൃത്തത്തിന് പ്രാധാന്യം ഉണ്ടോ എന്നുള്ളത് അറിയാനായിരുന്നു, ആ ഒരു സ്റ്റാൻഡിങ്ങിനെ. ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ നമ്മൾ സുജൂദിന് തലവെക്കാനോ ഒന്നിനടുത്തും പോകണ്ടെന്ന് അർത്ഥം. ഓക്കെ. പാരായണയിലും മറ്റൊന്നും ചെയ്യണ്ട. അതല്ല, ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ നമസ്കാരത്തിലേക്ക് ഇരിക്കണ പോലെ ഇരുന്ന് നിസ്കരിക്കാറുണ്ട് സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കാൻ കഴിയുന്ന ആളുകൾക്ക്, ഇപ്പൊ കാലിന് പാദത്തിന് പ്രശ്നമുള്ള ആളുകൾക്ക് അങ്ങനെ ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അവർ സുജൂദ് റുക്കുവും ചെയ്തതായിട്ടുണ്ട്. അത് നമ്മുടെ സുന്നത്ത് നമസ്കാരത്തിലെ, അത് ഈ അധ്യായത്തിൽ വരുന്നുണ്ട്. രാത്രി നമസ്കാരത്തിൽ നൃത്തവും ഇരുത്തവും. അവിടുന്ന് രാത്രിയിൽ ദീർഘമായി നിന്നുകൊണ്ടും ദീർഘമായി ഇരുന്നുകൊണ്ടും നമസ്കരിക്കുമായിരുന്നു. നിന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതെങ്കിൽ നിന്നുകൊണ്ട് തന്നെ റുക്കൂ ചെയ്യും. ഇരുന്നുകൊണ്ടാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ റുക്കൂ ചെയ്യും. ചിലപ്പോൾ അവിടുന്ന് ഇരുന്നുകൊണ്ട് നമസ്കരിക്കുകയും അങ്ങനെ 30-ഓ 40-ഓ ആയത്തുകൾ ബാക്കി ഉണ്ടാകുന്നത് വരെ ഇരുന്നുകൊണ്ട് തന്നെ പാരായണം ചെയ്യും. ശേഷം എഴുന്നേറ്റ് ഇരുന്നുകൊണ്ട് ബാക്കിയുള്ളത് പൂർത്തിയാക്കും. പിന്നീട് റുക്കോവും സുജൂദും നിർവഹിക്കും. ശേഷം രണ്ടാമത്തെ റക്അത്തിലും ഇതുപോലെ ചെയ്യും. അപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ ഇരുന്ന് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? റുക്കോയിലേക്കും സുജൂദിലേക്കും പോവാം. കുറച്ചു നേരം ഇരുന്നിട്ട് പിന്നെ 10-ഓ 30-ഓ 40-ഓ ആയത്ത് ബാക്കി ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് നബി? രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ, തറാവീഹ് ഒക്കെ നിസ്കരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് ബാക്കി പൂർത്തിയാക്കിയിട്ട് റുക്കോവും സുജൂദും ഒക്കെ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പ്രായമേറിയപ്പോൾ അവസാന കാലഘട്ടങ്ങളിൽ അവിടുന്ന് ഇരുന്നു കൊണ്ടാണ് ഐച്ഛിക നമസ്കാരങ്ങൾ നിർവഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് 1 വർഷം മുമ്പായിരുന്നു അത്. അപ്പം കഴിയുന്ന കാലത്തൊക്കെ നബി നിന്നുകൊണ്ട് തന്നെയാണ് നിസ്കരിച്ചത്. കഴിയാത്ത സമയത്താണ് നബി കുറച്ച് ഇരുന്നും കുറച്ച് നിന്നിട്ടൊക്കെ നമസ്കരിച്ചതായിട്ട്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും നബി ചമ്രം പടിഞ്ഞുകൊണ്ട് ഇരിക്കുമായിരുന്നു. അതാണ് പറഞ്ഞത്. ആ ഹദീസ് 14 ഇമാം നസായി ഇബ്നു ഖുസൈമ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുൽ ഗനി അൽ മഖ്ദസി സുനനിൽ ഹാക്കിം അത് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദഹബി അതിനോട് യോജിച്ചിട്ടുണ്ട് സ്വഹീഹായത്. ചമ്രം പടിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാലുകൾ ചേർത്ത് വെച്ചിട്ട് ഇരിക്കുന്ന ആ രീതിക്കാണ് ഇവിടെ. പിന്നെ പാദരക്ഷകൾ ധരിച്ചുകൊണ്ടുള്ള നമസ്കാരവും അതിനുള്ള കൽപ്പനയും അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ നഗ്നപാതനായും മറ്റു ചിലപ്പോൾ പാദരക്ഷകൾ ധരിച്ചുകൊണ്ടും നമസ്കാരത്തിനായി നിൽക്കും. തന്റെ സമുദായത്തിന് അതിനുള്ള അനുവാദം നൽകിക്കൊണ്ടാണ് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നമസ്കരിക്കുകയോ ആണെങ്കിൽ പാദരക്ഷകൾ ധരിക്കുകയോ അവ ഊരിയെടുത്ത് സ്വന്തം കാലുകൾക്കിടയിൽ 2 കാലിന്റെ ഇടയിൽ ഒതുക്കി വെക്കുകയോ ചെയ്യട്ടെ. അവ കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയും ചെയ്യട്ടെ. അവ ധരിച്ചുകൊണ്ട് നമസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ അവരോട് ഊന്നി പറഞ്ഞിരുന്നു. നബി പറഞ്ഞു, നിങ്ങൾ ജൂതന്മാരിൽ നിന്ന് ഭിന്നരാവുക. അവർ ചെരുപ്പുകളും ഹുഫകളും, അഥവാ ഹുഫ എന്ന് പറഞ്ഞാൽ സോക്സ്, തോലിന്റെ സോക്സ് ഒക്കെ ധരിച്ചുകൊണ്ട് നമസ്കരിക്കാറില്ല. അപൂർവം ചില സന്ദർഭങ്ങളിൽ അവിടുന്ന് നമസ്കാരത്തിൽ തന്നെ അവ ഊരിവെക്കുകയും നമസ്കാരം തുടരുകയും ചെയ്യുമായിരുന്നു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയും കൂടി നിസ്കരിച്ചു. അങ്ങനെ ഞങ്ങൾ നമസ്കാരത്തിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചെരുപ്പുകൾ ഊരി തന്റെ ഇടതുഭാഗത്തേക്ക് വെച്ചു. ജനങ്ങൾ അത് കണ്ടപ്പോൾ അവരും അതുപോലെ പാദരക്ഷകൾ ഊരി ഇടതുഭാഗത്തേക്ക് വെച്ചു. അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പാദരക്ഷകളൊക്കെ ഊരി വെച്ചത്? അവർ പറഞ്ഞു, അങ്ങയുടെ പാദരക്ഷകൾ അങ്ങ് ഊരി വെക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞങ്ങളും അങ്ങനെ ചെയ്തത്. അപ്പൊ നബി അവരോട് പറഞ്ഞു, നിശ്ചയമായും ജിബ്രീൽ എന്റെ അടുക്കൽ വന്നിട്ട് അതിൽ അഴുക്ക് നജസ് ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് മാറ്റിവെച്ചത്. അതിനാൽ നിങ്ങൾ ആരെങ്കിലും പള്ളിയിലേക്ക് വന്നാൽ അവന്റെ കാൽപാദങ്ങളിലെ പാദരക്ഷകൾ നോക്കട്ടെ. അതിൽ അഴുക്കുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം, തുടച്ചു കളയാം, എന്നിട്ട് നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാദരക്ഷകൾ ഊരിയാൽ തന്റെ ഇടതുഭാഗത്താവ് വെക്കുമായിരുന്നു. കൂടാതെ ഇങ്ങനെയും നബി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് പാദരക്ഷകൾ ഊരിയാൽ അവർ ഒരിക്കലും വലതുഭാഗത്ത് വെക്കരുത്. കാരണം വലതുഭാഗത്ത് അത് വെക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ഇടതുഭാഗത്ത് വെക്കാലോ, എന്നാൽ ഇടതുഭാഗത്തും വെക്കാൻ പാടില്ല എന്ന്. കാരണം എന്താണ്? അത് വേറൊരാളുടെ വലതുഭാഗമായിരിക്കും. അതിനാൽ അവർ അത് തന്റെ കാലിന്റെ ഇടയിൽ ഒതുക്കി വെക്കുക, വേറെ സ്ഥലം ഇല്ലെങ്കിൽ. ഇപ്പൊ നമ്മുടെ നബിയുടെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ പാദരക്ഷകൾ പിന്നെ പുറത്തുള്ള മണൽ തന്നെയാണ് പള്ളിന്റെ ഉള്ളിലുള്ളത്. നമ്മുടെ കാലത്ത് അങ്ങനെയല്ലല്ലോ. അപ്പൊ ആ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ചെരുപ്പുകളൊക്കെ ഊരി, നമ്മുടെ മണ്ണും ചളിയും ഒക്കെ വേറെ രീതിയിലുള്ള സംഭവങ്ങളാണ്. നമ്മളൊരു ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ്. നജസുകളും പിന്നെ ഒരുപാട് നായകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പല കാഷ്ടങ്ങളിലും ചവിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ അതിൽ നിന്ന് മാറി അത് ഊരി വെച്ചിട്ട് കയറി തന്നെയാണ് സൂക്ഷ്മമായ രീതി എന്ന് പറയുന്നത്. പിന്നെ പള്ളിയൊക്കെ കാർപ്പറ്റ് ഇട്ട പള്ളിയും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു കൺഫ്യൂഷനിലേക്ക് പോകേണ്ടതില്ല കേട്ടോ. അപ്പൊ യാത്രയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പം കടപ്പുറത്തൊക്കെ സമ്മേളനത്തിന് നിസ്കരിക്കുമ്പോൾ എല്ലാവരും ചെരുപ്പ് ഊരിയിട്ടിട്ട് നിസ്കരിക്കണം. അങ്ങനെയാണ്. ചെരുപ്പോ ഷൂ ഒക്കെ ആണെങ്കിൽ ഇട്ടിട്ട് തന്നെ നിസ്കരിക്കാവുന്നതാണ്. അതിൽ നജസില്ല എന്ന്, അഴുക്കില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ഇനി ഊരി വെക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യുക, ഒതുക്കി കാലിന്റെ ഇടയിലാണ് അവ വെക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്.
ഇനി മിമ്പറിന് മുകളിലുള്ള നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന് മുകളിൽ നിസ്കരിച്ചിട്ടുണ്ട്. അസ്സലാത്തു അലൽ മിമ്പർ. നബി മിമ്പറിൽ നിസ്കരിച്ചു വെച്ചിട്ട് നമുക്ക് മിമ്പറിൽ നിസ്കരിക്കാം. എപ്പോ? നമ്മൾ നിസ്കാരം പഠിപ്പിക്കുന്ന ആളാണെങ്കിൽ മാത്രം. ഇതില് അൽബാനി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മിമ്പറിന് 3 പടികളെ പാടുള്ളൂ, അതിൽ കൂടാൻ പാടില്ല, അത് വിദഗ്ധാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ബാൽക്കണി പോലെ മിമ്പർ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ്. സൂക്ഷ്മതക്ക് അത്തരം അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിന് തെറ്റൊന്നുമില്ല. നബി മിമ്പറിൽ നിന്ന് ആളുകൾക്ക് നിസ്കാരം കാണിച്ചു കൊടുത്തു. എന്നിട്ട് സുജൂദിന്റെ റുക്കു അവിടെ തന്നെ ചെയ്ത് സുജൂദിന്റെ സമയമായപ്പോൾ ഈ 3 പടികളും ഇറങ്ങി വന്ന് താഴെ വന്നിട്ട് സുജൂദ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു. സുജൂദ് കഴിഞ്ഞ് നബി 2 സുജൂദ് കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റപ്പോ മിമ്പറിലേക്ക് തന്നെ കയറി. ഓ ജനങ്ങളെ, ഇപ്രകാരം ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നത് നിങ്ങൾ എന്നെ പിന്തുടരുന്നതിന് വേണ്ടിയും എന്റെ നമസ്കാരം നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാകുന്നു എന്ന് നബി അത് കഴിഞ്ഞിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ പറയേണ്ട ഒരു പോയിന്റ് കൂടി ഉണ്ട്. അത് നമസ്കാരത്തിന്റെ മറയാണ്. അതായത് മറ സ്വീകരിക്കൽ നിർബന്ധമാണ്. മറ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞതാണ്. നബി മറയുടെ അടുത്തായി നിൽക്കുമായിരുന്നു. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിനും ചുമരിനും ഇടയിൽ 3 മുഴം അകലം മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. 3 മുഴം എന്ന് പറഞ്ഞാൽ 1 മുഴം എത്ര? ഇതല്ലേ 1 മുഴം എന്ന് പറയുന്നത്. ആ 3 മുഴം ഒന്ന് അളന്നു നോക്കിക്കേ നിങ്ങളുടെ മുന്നിലുള്ള ചുമരുന്ന്. എല്ലാവരും ഒന്ന് നോക്കിക്കേ. ആ 3 മുഴം ഒന്ന് അളന്ന ഏകദേശം എത്ര പേരുണ്ട്? 4.5 അടിയോളം വരില്ലേ? 1.5 അടിയാണ് 1 മുഴം എന്ന് പറയുന്നത് അല്ലേ? ഞാൻ അളന്നപ്പോ അങ്ങനെയാണ് കിട്ടിയത്. നിങ്ങൾ എങ്ങനെ കിട്ടുന്നത്? ഒന്ന് നിന്ന് നോക്കിക്കേ എല്ലാവരും. ആ ഇരുന്നോടത്തുനിന്നൊക്കെ ഒന്ന് എണീറ്റിട്ട് 1 മണിക്കൂറായില്ലേ നിങ്ങൾ ഇരിക്കുന്നു? വേര് പിടിച്ചിട്ടുണ്ടാവും. ഒന്ന് അളന്നു നോക്കിക്കേ. നബി എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞു നോക്കിയത്. 3 മുഴം. നബിയുടെ ഇതെന്ന് കൃത്യമായി സ്വഹാബത്ത് നമുക്ക് പറഞ്ഞു തരാണ് അല്ലെ? എന്നിട്ട് ഒന്ന് സുജൂദ് ചെയ്ത് നോക്കിക്കേ. ഒന്ന് സുജൂദ് ചെയ്ത് നോക്കിക്കേ. ആ 4.5 അടി പുറകിൽ നിന്ന് ഒന്ന് സുജൂദ് ചെയ്ത് നോക്കിക്കേ. നമ്മുടെ മുമ്പിൽ ഏകദേശം 1 അടി അല്ലെ? 1 അടി ഗ്യാപ്പ്. ആ 1 അടിയിലൂടെ ഒരു ആടിന് കടന്നു പോകാനുള്ള, അവിടുന്ന് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിനും ചുമരിനും ഇടയിൽ ഒരു ആടിന് നടന്നു പോകാനുള്ള സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മുടെ സുത്രയും നമ്മളും തമ്മിലുള്ള, അതായത് 2 സഫുകൾക്കിടയിലുള്ള അകലം എന്ന് പറയുന്നത്. മറയുടെ അകലം എന്ന് പറയുന്നത് അതാണ്. നബി പറയുമായിരുന്നു, മറ സ്വീകരിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ നമസ്കരിക്കരുത്. നിങ്ങളുടെ മുന്നിലൂടെ ആരെയും കടന്നു പോകാൻ അനുവദിക്കുകയും ചെയ്യരുത്. തടയുമ്പോൾ ആരെങ്കിലും ചേർത്ത് നിൽക്കാൻ നോക്കിയാൽ അവനുമായി മല്ലിടുക. നിസ്കാരം നോക്കണ്ട, മുന്നിൽ കൂടി നടക്കാൻ ആരെയും സമ്മതിക്കരുത്. കാരണം നിസ്കാരത്തിന് മുന്നിൽ കൂടി നടക്കുന്ന ആള് ശൈത്താനാണെന്നാണ് പറയുന്നത്. അവിടുന്ന് പറയും, നിങ്ങൾ ആരെങ്കിലും മറ സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതായാൽ അവൻ അതിനടുത്ത് നിൽക്കേണ്ടതാണ്. പിശാചിന് അവന്റെ നമസ്കാരം മുറിക്കാൻ സാധിക്കരുത്. അവിടുന്ന് ചിലപ്പോൾ തന്റെ പള്ളിയിലെ തൂണിനടുത്ത സ്ഥലം നമസ്കരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുമായിരുന്നു. അതായത് തൂണിന്റെ തൊട്ടു പുറകിൽ നിന്നുകൊണ്ട് നബി നമസ്കരിക്കുമായിരുന്നു എന്ന്. മറയായി സ്വീകരിക്കാൻ ഒന്നുമില്ലാത്ത തുറസായ സ്ഥലത്ത് വെച്ച് നമസ്കരിക്കുമ്പോൾ തന്റെ മുന്നിൽ ഒരു ചെറിയ കുന്തം നാട്ടിവെച്ച് അതിലേക്ക് തിരിഞ്ഞ് അവിടുന്ന് നമസ്കരിക്കും. ജനങ്ങൾ പിന്നിൽ ഉണ്ടാവുകയും ചെയ്യും. ചിലപ്പോൾ തന്റെ വാഹനമായ മൃഗത്തെ മുന്നിൽ വിലങ്ങനെ നിർത്തി അതിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കും. ഒട്ടകത്തിന്റെ ആലയിൽ നിന്നും നമസ്കരിക്കുന്നതിന് ഇതിൽ വ്യത്യാസമാണ്. അതായത് ഒട്ടകത്തെ മുന്നിൽ നിർത്തി നിസ്കരിക്കാം, പക്ഷെ ഒട്ടകത്തിന്റെ ആലയിൽ കാലിത്തൊഴുത്തിൽ പോയിട്ട് നിസ്കരിക്കാൻ പാടില്ല എന്ന് നബി വിലക്കിയിട്ടുണ്ട്. അപ്പൊ അതും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്നാണ് ഷെയ്ഖ് പറയണത്. അത് നബി വിലക്കിയിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയണത്, പല രാജ്യത്തും ഞാൻ സഞ്ചരിച്ചപ്പോഴൊക്കെ ഇമാമുമാർ പോലും മറയില്ലാതെ നിസ്കരിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അതൊരിക്കലും പാടില്ല. ആ ഒരു അവസ്ഥ കണ്ടതുകൊണ്ടാവണം ഈ അധ്യായം കുറച്ച് വലിയ രീതിയിൽ തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒട്ടകക്കട്ടിലിന്റെ പിൻഭാഗത്തുള്ള വടിയുടെ അത്രയുള്ള വല്ലതും മുന്നിൽ വെച്ചാൽ അവൻ അതിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കട്ടെ. അതിന് അപ്പുറത്തുകൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അതവൻ ശ്രദ്ധിക്കേണ്ടതില്ല. അതായത് നമ്മുടെ സുത്രയുടെ അപ്പുറത്ത് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മെയിൻ ചെയ്യണ്ട. എന്നാൽ അതിന് ഇടയിൽ കൂടെ ആരെങ്കിലും പോവുകയാണെങ്കിൽ തീർച്ചയായും അവരെ പ്രതിരോധിക്കണം എന്നാണ്. മരത്തിന്റെ നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നിസ്കരിച്ചു. മരത്തിനെ മറയാക്കിയിട്ടുണ്ട്, മൃഗത്തിനെ മറയാക്കിയിട്ടുണ്ട്, കുന്തത്തിനെ മറയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിഷ ബീവി കിടന്നുറങ്ങുന്ന ആയിഷ ബീവിനെ മറയാക്കിയിട്ടുണ്ട്. ആയിഷ ബീവി കിടന്നുറങ്ങുന്ന ആ കട്ടിലിനെ മറയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഹദീസുകൾ വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറയുടെ ഇടയിൽ കൂടി ഒന്നിനെയും കടന്നു പോകാൻ അനുവദിച്ചിരുന്നില്ല. ഒരിക്കൽ നബി നിസ്കരിക്കുമ്പോൾ ഒരാട് അദ്ദേഹത്തിന് മുന്നിലൂടെ ഇങ്ങനെ ഓടി വരുമ്പോൾ ആ ആടിന് പോകാൻ അനുവദിക്കാത്ത രീതിയിൽ നബി മുന്നിലേക്ക് വരികയും ചുമരിലേക്ക് തന്റെ വയറ് ചേർത്ത് വെച്ച് നിൽക്കുകയും ചെയ്തു. അപ്പൊ ആട് പുറകിലൂടെ പോയി. അവിടുന്ന് നിർബന്ധ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കൈ ചുരുട്ടി പിടിച്ച് നിൽക്കുന്നത് കണ്ടു.
അങ്ങനെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ സഹാബിമാര് ചോദിച്ചു, എന്താണ് നബി അങ്ങനെ ചെയ്യാനുള്ള കാരണം? എന്തേലും പുതിയ കാര്യങ്ങൾ ഉണ്ടായോ? അപ്പൊ നബി പറഞ്ഞു, പുതുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇനി മുതൽ ഇങ്ങനെ നിസ്കരിക്കണോ എന്ന് സഹാബിമാര് ചോദിക്കണം. അങ്ങനെയല്ല, അത് എന്റെ മുന്നിലൂടെ പിശാച് പോയതാണ്. അപ്പോൾ ഞാൻ അവന്റെ കഴുത്ത് ഞെരിച്ചു പിടിച്ചു. എത്രത്തോളം എന്നാൽ അവന്റെ നാവിന്റെ തണുപ്പ്, ഇങ്ങനെ കഴുത്തിലിട്ട് പിടിച്ചിട്ടേ പിശാചിന്റെ നാവ് വെളിയിൽ ചാടി ആ നാവിന്റെ തണുപ്പ് നബിയുടെ കയ്യിൽ തട്ടുമാറ് പ്രവാചകൻ അത് അനുഭവപ്പെട്ടു. അള്ളാഹുവാണ് സത്യം, എന്റെ സഹോദരൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ വിഷയത്തിൽ എന്നെ മുൻകടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ മദീനയിലെ കുട്ടികൾക്ക് അവനെ വലയം ചെയ്യാവുന്ന വിധത്തിൽ പള്ളിയുടെ തൂണുകളിൽ ഒന്നിൽ അവനെ ഞാൻ ബന്ധിക്കുമായിരുന്നു. അതിനാൽ ആർക്കെങ്കിലും തന്റെ കിബിലയുടെയും തന്റെയും കിബിലയുടെയും ഇടയിൽ ആരും കടക്കാതെ മറയിടാൻ സാധിക്കുമെങ്കിൽ അത് അവൻ ചെയ്യട്ടെ എന്നാണ്. നബി പറയുമായിരുന്നു, ജനങ്ങളിൽ നിന്നും തന്നെ മറക്കുന്ന ഒരു വസ്തുവിന്റെ നേർക്ക് തിരിഞ്ഞ് ആരെങ്കിലും നമസ്കരിക്കുമ്പോൾ അവന്റെ മുന്നിലൂടെ ഒരാൾ കടന്നു പോകുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ അയാളുടെ കഴുത്ത് പിടിച്ച് തള്ളട്ടെ. അതായത് സാധ്യമാകുന്ന രീതിയിലൊക്കെ അത് തടയട്ടെ എന്ന്. ഈ അധ്യായത്തിന് അൽബാനി പേര് കൊടുത്ത തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്ക്രീനിൽ കാണാം. അസുത്ര വജൂബിഹ, സുത്രയും അതിന്റെ നിർബന്ധവും എന്നാണ്. നിർബന്ധമാണെന്നാ പറയുന്നത്. ഒരു റിപ്പോർട്ടിൽ 2 തവണ തടയണം എന്നാണ് പറയുന്നത് മുന്നിലൂടെ പോകുന്നവനെ. അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവനുമായി യുദ്ധം ചെയ്യണം. കാരണം അതൊരു പിശാചാണ്. നമസ്കാരത്തിന് മുന്നിലൂടെ വന്ന് നമസ്കരിക്കുന്നവനെ ശല്യം ചെയ്യുന്നത് പൈശാചികതയാണ്, പൈശാചിക സ്വഭാവമാണ്. പിശാചി അങ്ങനെ വരെ മനുഷ്യനെ ഉപദ്രവിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടുന്ന് പറയുമായിരുന്നു, നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ കടന്നു പോകുന്നവൻ താൻ ചെയ്യുന്ന കുറ്റത്തിന്റെ ഗൗരവം അറിഞ്ഞിരുന്നെങ്കിൽ, അതായത് നമ്മള് വേറൊരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ കടന്നു പോകരുത്, അതിന്റെ ഗൗരവം അറിഞ്ഞിരുന്നെങ്കിൽ 40 വരെ അവൻ കാത്തുക്കും. ഈ ഹദീസിന്റെ ഷെറഹിലുണ്ട് 40 എന്ന് പറഞ്ഞാല് ദിവസമാണോ പറഞ്ഞത്, മാസമാണോ പറഞ്ഞത്, വർഷമാണോ പറഞ്ഞതെന്ന് റാവി മറന്നുപോയതാണ്. എന്തായിരുന്നാലും 40 വർഷം വരെ കാത്തുക്കാൻ സന്നദ്ധനായിട്ടാണെങ്കിലും നിസ്കാരം കഴിയുന്നവരെ അയാൾ കാത്തുക്കും. കാരണം അത്രയ്ക്കും ഗൗരവപ്പെട്ട കാര്യമാണത് എന്നാണ്. അതിനേക്കാൾ ഗുണം, മുറിച്ചു കിടക്കുന്നതിനേക്കാൾ ഗുണം അവന് കാത്തിരിക്കലാണെന്നാണ് പറഞ്ഞത്. അത് 40 കൊല്ലാണെങ്കിലും ശരി. നമസ്കാരം മുറിച്ചു കളയുന്നവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, നമസ്കരിക്കുന്നവന്റെ മുമ്പിൽ ഒട്ടകക്കട്ടിലിന്റെ പിൻഭാഗത്തെ വടി പോലുള്ള വല്ലതും മറയായി ഇല്ലെങ്കിൽ, അതായത് ഒരു ഒട്ടകക്കട്ടിലിന്റെ വടി പോലും മറയായി നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഹൈലുള്ള സ്ത്രീയോ അല്ലെങ്കിൽ കഴുതയോ കറുത്ത നായയോ എന്നിവ അവന്റെ നമസ്കാരത്തിന് വിഘ്നം വരുത്തുന്നതാണ്. ഇതൊക്കെ മുന്നിലൊരു അടയാളം വെച്ചിട്ട് ഒരാൾ പിന്നിൽ നിൽക്കുകയാണെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും. ഇവിടെ പലരും വിമർശിക്കാറുള്ള ഒരു സാധനമാണ് കഴുതയും കറുത്ത നായന്റെ ഒപ്പം ഹൈലുള്ള സ്ത്രീനെ പറഞ്ഞു എന്നുള്ളത്. അത് കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞല്ല. അത് അങ്ങനെ സംഭവിച്ചാൽ ഈ അശുദ്ധരായ ആളുകൾ പിന്നെ നമസ്കാരത്തിന് മുന്നിലൂടെ കടന്നു പോകുന്നത് നമസ്കാരത്തിൽ തന്നെ നശിപ്പിക്കുന്ന കാര്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ചുവന്നതിന് പകരം കറുത്തതാകാൻ എന്താണ് കാരണം? അതായത് കറുത്ത നായ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നബി പറഞ്ഞു, കറുത്ത നായ പിശാചാണ്. അപ്പൊ കറുത്ത എല്ലാ നായ്ക്കളും പിശാചാണോ വെച്ച് കഴിഞ്ഞാല് അങ്ങനെയല്ല അതിന്റെ അർത്ഥം. നമസ്കാരത്തിന്റെ മുമ്പിലൂടെ ബോധപൂർവം കടന്നു വരുന്നതൊക്കെ പൈശാചിക സ്വഭാവമുള്ളതാണ്. ആ തരത്തിൽ കറുത്ത നായയുടെ രൂപം ധരിച്ചിട്ടാണെങ്കിലും പിശാചി നമസ്കാരത്തെ ശല്യം ചെയ്യാൻ വരും. മനസ്സിലായില്ലേ? ആത്മാർത്ഥതയുള്ള നമസ്കാരങ്ങളെ തടസ്സപ്പെടുത്താൻ പിശാചി സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ശ്രമങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. 15 മിനിറ്റ് അധികമായിട്ടുണ്ട്, ഞാൻ ക്ഷമയോദിക്കുകയാണ്. ഇനി ഖബറിന് നേരെയുള്ള നിസ്കാരമാണ്, ഒരിക്കലും പാടില്ല. ഖബറിന് മുന്നിട്ടുകൊണ്ടുള്ള നമ്മുടെ ഖിബിലക്കും ഇടയിൽ ഖബർ വരുന്ന രീതിയിലുള്ള നിസ്കാരം പാടില്ല എന്നാണ്. നിങ്ങൾ വലാ തജ്ലിസു, നിങ്ങൾ ഒരിക്കലും ഖബറുകളിൽ ഇരിക്കുകയോ അതുപോലെ തന്നെ ഖബറുകളിലേക്ക് മുന്നിട്ട് നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാറത്തിലൊക്കെ പോയി അവിടെയൊക്കെ കുമ്പിട്ട് സുജൂദ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അള്ളാഹ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം പോലും ഖബറിന് മുമ്പിൽ വെച്ച് ചെയ്യരുത് എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഖബറിന് സുജൂദ് ചെയ്യുക? അള്ളാഹ്ക്ക് വേണ്ടിയാണ് സുജൂദ് ചെയ്യുന്നത്, അള്ളാഹ്ക്കാണ് റുക്കൂ ചെയ്യണമെന്ന് പറയാൻ പാടില്ല എന്നാണ്. കാരണം അതിനടുത്തുള്ള നിസ്കാരം അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിയാനും തൗഫീഖ് ചെയ്യട്ടെ. എന്തെങ്കിലും സംശയം? ഇമാമിന് സുത്ര ഉണ്ടെങ്കിൽ പിന്നെ മാമൂമിന്റെ മുമ്പിൽ കൂടെ പോകുന്നതിൽ തെറ്റിലുണ്ടോ? ബോധപൂർവം പോകരുത് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മനഃപൂർവ്വം നിസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിൽ ആ ഒരു 3 മുഴം കവർ ചെയ്തുകൊണ്ട് നമ്മൾ പോകരുത് എന്നാണ്.
ഇനി അദ്ദേഹം സുജൂദിലാണെങ്കിൽ നമുക്ക് പോകാൻ ആ പറ്റുമോ? സുജൂദിലാണെങ്കിൽ ആശ്രയപ്പെടും. അതായത് ഇപ്പം വേറെ നിർവാഹമൊന്നും വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ കാത്തു നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. ഉസ്താദെ അവിടെ ആ, അവിടെ നടന്നു പോകുന്ന കാര്യത്തിലല്ല പിന്നെ ഇളവ് അനുവദിക്കപ്പെട്ടത്, സുത്രയുടെ കാര്യത്തിലാണ് ഇളവ് അനുവദിക്കപ്പെട്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. മനസ്സിലായില്ലേ? ഏ, എല്ലാവർക്കും സുത്ര ഉപയോഗിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് ഇമാമിന് മാത്രം സുത്ര ഉണ്ടായാൽ ബാക്കിയുള്ളവരുടെ സുത്രയുടെ വാജിബ്, സുത്ര വാജിബാണ്, ആ വാജിബ് വീടും എന്ന് പറഞ്ഞത്. അല്ലാതെ മുറിച്ചു കിടക്കുന്ന വിഷയത്തിലല്ല അത് പറഞ്ഞത്. മുറിച്ചു കിടക്കുന്നവൻ 40 കൊല്ലം നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ എന്ന് പറഞ്ഞത്, ഇമാമിന്റെ മുമ്പിലൂടെ അല്ല പറഞ്ഞത്. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക, രണ്ടും രണ്ടാണ്. ഉസ്താദെ ഇപ്പൊ ഹറമിലൊക്കെ നമ്മൾ ഉംറക്കൊക്കെ പോകുമ്പോ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണല്ലോ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്യാന്നുള്ള ഒരു പോസിബിലിറ്റി പറ്റുന്നതല്ലല്ലോ. കാരണം എല്ലാവരും ഇങ്ങനെ വഴിയിലൂടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഈ തിരക്കൊക്കെ വരുമ്പോ നമുക്ക് അവരെ മുറിച്ച് കടക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലോ? പരമാവധി ശ്രദ്ധിക്കപ്പോ അൽബാനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഹറമിൽ പോലും ഞാനിത് കണ്ട് അത്ഭുതപ്പെട്ടു എന്ന്. അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ആളുകൾ ചെയ്യുന്നുണ്ട്, ഇഷ്ടം പോലെ ആളുകൾ ചെയ്യുന്നുണ്ട്, പാടില്ലാത്തതാണ്. ഇപ്പൊ ഹറമില് ചില സ്ഥലത്ത് അവർ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. അതെ അതെ അതെ. പിന്നെ അതുപോലെ ഈ ചെരുപ്പ് വെക്കുന്ന കാര്യത്തിലൊക്കെ ഹറമിൽ വലത്തും അടുത്തൊക്കെ തന്നെ വെക്കുക. ഇപ്പൊ മദീനത്തിന്റെ പള്ളിയിലൊക്കെ നമുക്ക് പോയാൽ ഫില്ലറുകളോട് ചാരിയിട്ടാണ് നമ്മുടെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഷോക്കേസുകൾ. അപ്പം പിന്നെ അതൊക്കെ പ്രായോഗികമായ ഒരു സൗകര്യം എന്നുള്ളതാണ് ഇപ്പൊ അതിന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ബസ്സിലൊക്കെ ഇരിക്കുമ്പോ നമസ്കരിക്കണ കാര്യം പറഞ്ഞുല്ലോ. അപ്പൊ നമുക്ക് അവിടെ വുളു എടുക്കാനായിട്ട് വെള്ളമില്ല ഇപ്പൊ ബസ്സിലൊക്കെ ആണെങ്കിൽ. അപ്പൊ നമ്മള് തയമ്മും ചെയ്യൂലേ? ആ തയമ്മിന് മാത്രമല്ലേ അവിടെ പോസിബിലിറ്റി ഉള്ളൂ? അതെ. അപ്പോ ആ തയമ്മിന്റെ രൂപം എങ്ങനെയാണ് ഉസ്താദെ? തയമ്മുമിന്റെ രൂപം എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ളതും ശുദ്ധമായതുമായ പ്രതലത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, കൈകൊണ്ട് അടിക്കുക. അടിച്ചിട്ട് ഇതാ ഇടത്ത് കൈ വലത്ത് കൈ തടവ, മുഖം തടവ, ഫലസ്, അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. മണ്ണ് വേണമെന്ന് നിർബന്ധമില്ലല്ലേ? മണ്ണൊന്നും നിർബന്ധമില്ല. അപ്പൊ നമ്മൾ കാറിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് കാറിന്റെ റൂഫിൽ അടിക്കാറാണ്. കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇപ്പൊ നമ്മളെ കുട്ടികളും ഒക്കെ ഉണ്ടാവും, എല്ലാവരും കയറി ഇതല്ലേ, അപ്പൊ നമുക്ക് റൂഫിൽ അടിക്കാം. ഇപ്പൊ ബസ്സിലൊക്കെ ആണെങ്കിലും നമുക്ക് റൂഫ്, ട്രെയിനിലൊക്കെ ആണെങ്കിൽ സീറ്റിന്റെ അടിഭാഗം ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ നമുക്ക്. പിന്നെ ട്രെയിനിലൊക്കെ നമുക്ക് വെള്ളം കിട്ടുമല്ലോ, ട്രെയിനിൽ നമുക്ക് വെള്ളം കിട്ടും, ബസ്സിൽ നമുക്ക് വെള്ളം കിട്ടും. കാരണം ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ച് ഒതു ചെയ്യുന്നതാണ് ഉത്തമം. മറ്റേതൊക്കെ ഉതിറുകളാണ്. ഇപ്പൊ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞത് ഉതിറാണ്. പല ആളുകളും ഇതൊരു അവകാശം പോലെയാണ് പറയുന്നത്, അങ്ങനെയല്ല. ഇപ്പില്ലേ ഈ ജോലി സ്ഥലത്തൊക്കെ ഇപ്പൊ നമ്മള് ജോലി ചെയ്യണതാണ്. അപ്പൊ നമ്മൾ ഈ മഫ്തയൊക്കെ ഇട്ട് പോയി കഴിയുമ്പോ നമുക്കിപ്പോ ഓഫീസിലൊക്കെ നമ്മൾ ഒന്നു കൊടുക്കുമ്പോ നമുക്കത് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഊരല് പോസിബിൾ അല്ല. അപ്പൊ നമ്മള് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തലപ്പാവില് തടവിയിട്ടുണ്ടെന്നുള്ള ഒരു ഹദീസും അത് ശരിയാണോ? അതേപോലെ സോക്സിന്റെ മുകളിൽ നമുക്ക് തടവാലോ. അപ്പോ അത് നമുക്ക് എടുക്കാലോ. അല്ലാതെ നമുക്കിപ്പോ മൊത്ത ഊരി തന്നെ ഉള്ളു കൊടുക്കണം എന്ന് അവിടെ നിർബന്ധമുണ്ടോ? ഇല്ല ഇല്ല. ജസാക്കല്ലാഹു ഖൈർ. ഓക്കെ, ഇനി സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാം. ഇനിയിപ്പോ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയാലേക്കരം ഓരോ നിസ്കാരത്തിന്റെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴേക്കാരം നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറെ സംശയങ്ങൾ വരിക. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർമാരോട് ചോദിക്കാവുന്നതാണ്. മെന്റർമാരെ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നേരിട്ട് തന്നെ നമ്മളോട് ചോദിക്കാവുന്നത്. അപ്പൊ അതേഴ്സ് ഗ്രൂപ്പിലും ഞാനുണ്ട്. ആ ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് എന്നെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അത് പിന്നെ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ മെന്റർമാരാരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തി നമ്മൾ എല്ലാവരും കൂടെ കൂട്ടം ചേർന്നുള്ള ഒരു പഠനമാണല്ലോ യഥാർത്ഥത്തിൽ ഇത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൻഷാ അള്ളാ. പിന്നെ സൂചിപ്പിക്കാനുള്ള കാര്യം, നമ്മുടെ ഫീയുടെ കാര്യം ഇനി ആരെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കണം എന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ, പിന്നെ നമ്മുടെ എന്താണ് അറ്റൻഡൻസിന്റെ കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളും കൂടി എല്ലാവരും ഒന്ന് കറക്റ്റ് സമയത്ത് കയറാനും, എന്നാലേ നമുക്ക് കറക്റ്റ് സമയത്ത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് നമുക്ക് തുടങ്ങാൻ പറ്റിയത്. അപ്പോഴും 65 ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതാണ്, എല്ലാവരും കൃത്യസമയത്ത് തന്നെ കയറാം. ഇനി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള റമദാനിന്റെ ക്ലാസ് ആണ്. റമദാനിന്റെ ക്ലാസ് ഇപ്പോൾ ഏകദേശം ഒരു അഭിപ്രായം വന്നിട്ടുള്ളത് ഞായറാഴ്ച പകല് 10 മണിക്ക് വെച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
കുഴപ്പമില്ല. ഞായറാഴ്ച വെക്കാം. കുഴപ്പമില്ല. ഞായറാഴ്ച പകല് 10 മണിക്ക് വെക്കുകയാണെങ്കിൽ എനിക്ക് അപ്പൊ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഞായറാഴ്ച വേറെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയില്ലേ? കുഴപ്പമില്ല, ഇതും ക്ലാസ് തന്നെയല്ലേ. നോക്കാം, നമുക്ക് വലിയ കോൺഫ്ലിക്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ 10 മണി എന്നുള്ള ധാരണയിൽ നമുക്ക് പോവാം. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ 6 സമയത്തെ ബേസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ തോന്നുന്നു. എവിടേക്ക് ഖുർആൻ ക്ലാസ്സുകൾ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. നോക്കാം, എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മാറ്റാം. അല്ലെങ്കിൽ 9 മണിയിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ. ഞായറാഴ്ചയൊക്കെ പകല് എല്ലാവരും കുറച്ച് അധികം ഉറങ്ങണതായിരിക്കും. സ്കൂളൊന്നും ഇല്ലാത്ത സാഹചര്യം, കുട്ടികൾക്കൊക്കെ എക്സാം ആണല്ലോ. അപ്പൊ ആ ഉറക്കം തടസ്സപ്പെടുകയും വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ 10 മണി എന്ന് പറഞ്ഞത്. നോക്കാം, സൗകര്യം പോലെ ചെയ്യാം. അല്ലെങ്കിൽ ളുഹറിന് ശേഷം അങ്ങനെ എന്താ വെച്ചാൽ ഏതാണോ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ളത്, കൺവീനിയന്റ് ആയിട്ടുള്ളത് ആ സമയത്തേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ബാക്കി ഉള്ള കാര്യങ്ങൾ, ഇതിന്റെ ഫോളോ അപ്പ്, ബാക്കി കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ മെന്ററുമായി ബന്ധപ്പെടുക. മെന്റർ ആരാണെന്ന് അറിയാത്ത ഒരാളും ഇനി ക്ലാസ്സിൽ ഉണ്ടാകാൻ പാടില്ല. വേഗം ഓർമ്മപ്പെടുത്താണ്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളെ 15 മിനിറ്റും കടന്ന് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി കടന്നിരിക്കുന്നു. ഈ അവസ്ഥ ഉണ്ടാവരുത്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഉണ്ടാവും. അസ്സലാമു അലൈക്കും.